സ്കോർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം UPSC പ്രിലിംസ് ആണല്ലേ? എല്ലാവരും നല്ല പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും റിവിഷനൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു റിവിഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന സംഭവങ്ങളായിരിക്കും. അപ്പം ജസ്റ്റ് ഒരു ക്ലാരിറ്റി നമ്മൾ ഉറപ്പുവരുത്തുവാണ്. കാരണം പ്രോബബിലിറ്റി കൂടുതലുള്ള കുറച്ച് സബ്ജക്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സിൽ തന്നെ സ്റ്റാറ്റിക്കും ഉണ്ട്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ പറയുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയെ പറ്റിയാണ് പറയുന്നത്. കാരണം സുപ്രീം കോർട്ട് ഓൾറെഡി വാർത്തകളിൽ നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ. അപ്പം സൂര്യകാന്ത് അല്ലേ, ഇന്ത്യയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇദ്ദേഹം ഇപ്പോൾ ന്യൂസിലുണ്ടല്ലേ, കോക്രോച്ച് പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിവാദ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസിലൊക്കെ ഉണ്ടല്ലേ. അപ്പം നമുക്ക് സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തു അല്ലേ. അത് 34ൽ നിന്ന് 38 ആക്കി. അതായത് 33+1, അതായത് 33+ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അതിപ്പം 37+ ചീഫ് ജസ്റ്റിസ്, 38 ജഡ്ജസ് ആയിട്ട് കൂട്ടി. ആരാണ് സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം കൂട്ടുന്ന ആരാണ്? അത് പാർലമെന്റ് ആണല്ലേ. അത് ഓർത്തോണം, പാർലമെന്റ് ആണ് സുപ്രീം കോർട്ടിന്റെ ജഡ്ജസിന്റെ എണ്ണം കൂട്ടുന്നതെന്ന് ഓർക്കണം. അപ്പം പാർലമെന്റ് ആണ്. അത് ഒരു അമെൻമെന്റ് ആയിട്ട് കൂട്ടുമോ? ഓക്കെ, ഒരു അമെൻമെന്റ് ആയിട്ട് ഈ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള അമെൻമെന്റ് ആയിട്ട് ഇത് കൂട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതൊരു അമെൻമെന്റ് ആയിട്ട് കൂട്ടത്തില്ലെന്ന് ഓർക്കുക. 368ന്റെ അണ്ടറിൽ വരുന്നതല്ല. ഓക്കെ, അപ്പം പാർലമെന്റ് ആണ് ജഡ്ജസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇപ്പം 34ൽ നിന്ന് 38 ആക്കി. അതായത് 37 ജഡ്ജസ് പ്ലസ് ചീഫ് ജസ്റ്റിസ്. ഓക്കെ, സൂര്യകാന്തും കൂടെ ചേർന്ന് 38 ജഡ്ജസ് ആണ് ഇപ്പോൾ സുപ്രീം കോർട്ടിലുള്ളതെന്ന് ഓർക്കുക. അതേസമയത്ത് 1950 ജാനുവരി 28-ന് സുപ്രീം കോർട്ട് ഫോം ചെയ്ത സമയത്ത് എത്ര ജഡ്ജസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 8 ജഡ്ജസ് ആയിരുന്നു. അതായത് 7 ജഡ്ജസ് പ്ലസ് ചീഫ് ജസ്റ്റിസ്. ഹരിലാൽ ജക്കിനി ആയിരുന്നു ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തെ കൂടാതെ 7 ജഡ്ജസും കൂടിയായിരുന്നു സുപ്രീം കോർട്ടിൽ ഉണ്ടായിരുന്നത്. അതും കൂടി ഓർക്കുക. ഇപ്പോൾ അപ്പം 37 ജഡ്ജസ് പ്ലസ് ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പം നിലവിലുള്ളതെന്ന് ഓർക്കുക. നമുക്ക് പണ്ട് സുപ്രീം കോർട്ട് ഉണ്ടായിരുന്നു അല്ലേ, കൽക്കട്ടയിൽ. അത് 1774-ലാണ്. അത് ആരായിരുന്നു അന്നത്തെ ചീഫ് ജസ്റ്റിസ്? എലീജ ഇംബെ ആയിരുന്നു അല്ലേ, 1774. ഓക്കെ, അപ്പം സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം കൂട്ടുന്നത് ആരാന്ന് നമ്മൾ പറഞ്ഞത് ആരാണ്? പാർലമെന്റ് ആണല്ലേ. എങ്കിൽ ഹൈക്കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം കൂട്ടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് പ്രസിഡന്റ് ആണെന്ന് ഓർക്കുക. ഹൈക്കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം കൂട്ടുന്നത് പ്രസിഡന്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ശരിക്കും എത്ര? 25 ഹൈക്കോർട്ട് ഉണ്ടല്ലേ. 25 ഹൈക്കോർട്ടാണ് ഇന്ത്യയിലുള്ളത്. ആ 25 ഹൈക്കോർട്ടിൽ ഏറ്റവും കൂടുതൽ സാങ്ഷൻഡ് സ്ട്രെങ്ത് ഉള്ള ഹൈക്കോർട്ട് ഏതാണ്? ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഉള്ളത് ആ ഹൈക്കോർട്ടിൽ 160 ജഡ്ജസ് ആണ് ഉള്ളത്. അത് അലഹബാദ് ഹൈക്കോർട്ടാണെന്ന് ഓർക്കുക. ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോർട്ടിലാണ് ഏറ്റവും കൂടുതൽ സാങ്ഷൻഡ് സ്ട്രെങ്ത് ഉള്ള ഹൈക്കോർട്ട് എന്ന് പറയുന്നത്. ഏറ്റവും കുറവുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ സിക്കിം ഹൈക്കോർട്ടാണ്. 3 ജഡ്ജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സിക്കിം ഹൈക്കോർട്ടിൽ 3 ജഡ്ജസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ എത്രയാണ്? അത് UPSCക്ക് നമുക്ക് ആവശ്യമില്ല. കേരളത്തിൽ 35 അല്ലേ, 34 ജഡ്ജസ് പ്ലസ് ചീഫ് ജസ്റ്റിസ്, പിന്നെ 12 അഡീഷണൽ ജഡ്ജസ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹൈക്കോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈക്കോർട്ട് ആക്ട് 1861 വഴി 1862 വന്ന ഏതാണ്? കൽക്കട്ട ഹൈക്കോർട്ടാണല്ലേ. കൽക്കട്ട ഹൈക്കോർട്ടാണ്. അതുപോലെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിനെ ആണെങ്കിലും സുപ്രീം കോർട്ട് ജഡ്ജിനെ ആണെങ്കിലും ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിനെ ആണെങ്കിലും ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസിനെ ആണെങ്കിലും ജഡ്ജസിനെ ആണെങ്കിലും എല്ലാവരും അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണല്ലേ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക ഇവരെല്ലാം. അതുപോലെ ഹൈക്കോർട്ട് ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് എത്രയാണ്? 62 ആണല്ലേ. ഹൈക്കോർട്ട് ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് 62 ആണ്. അതുപോലെ സുപ്രീം കോർട്ട് ജഡ്ജസിന്റെ റിട്ടയർമെന്റ് ഏജ് എത്രയാണ്? 65 ആണല്ലേ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ സൂര്യകാന്ത് എന്ന് പറഞ്ഞാൽ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഓർക്കുക. ഈ 53 പേരിൽ ഏതെങ്കിലും വനിതകൾ ചീഫ് ജസ്റ്റിസ് ആയിട്ടുണ്ടോ? ഇപ്പം ഹരിലാൽ ജക്കനി ആയിരുന്നു ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ സൂര്യകാന്താണ് 53ാമത്തെ. ഒരു വനിത പോലും സുപ്രീം കോടതിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ലെന്ന് ഓർക്കുക. ഇനി ആകാൻ ചാൻസ് ഉള്ള ഒരാളുണ്ട്, നാഗരത്ന. അത് കുറച്ച് വർഷങ്ങൾ, അടുത്ത 2027 ആ പീരീഡ് ആകുമ്പോഴത്തേനും അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ആവാൻ പറ്റും. ഇതുവരെ ഒരു വനിത സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ലെന്ന് ഓർക്കുക. ജഡ്ജ് ആയിട്ടുണ്ട് 1989 ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിട്ടുണ്ട്. ഫസ്റ്റ് വനിതാ ജഡ്ജാണ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. അത് കൺഫ്യൂഷൻ വരല്, ഫാത്തിമ ബീവി ചീഫ് ജസ്റ്റിസ് അല്ല ആയത്, സുപ്രീം കോടതിയിലെ ജഡ്ജാണ്, വനിതാ ജഡ്ജാണ് ആയതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് പറയാനുള്ളത്. അതുപോലെ സബോർഡിനേറ്റ് കോർട്സ് ഉണ്ടല്ലേ, നമ്മുടെ സബോർഡിനേറ്റ് കോർട്സിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? സബോർഡിനേറ്റ് കോർട്സിലെ ജഡ്ജസ്, അതായത് ഡിസ്ട്രിക്ട് കോർട്ടിൽ ബിലോ ഉള്ളതിനാണ് നമ്മൾ സബോർഡിനേറ്റ് കോർട്സ് എന്ന് പറയുന്നത്. അതിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണെന്ന് ഓർക്കുക. ഗവർണറാണ് അത് അപ്പോയിന്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ സുപ്രീം കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും ഓർക്കേണ്ടത് ഇതാണ്: സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം കൂട്ടുന്നത് പാർലമെന്റ് ആണെന്ന് ഓർക്കുക. അതൊരു അമെന്റ്മെന്റ് ആയിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അമെന്റ്മെന്റിലെ ആർട്ടിക്കിൾ 368ന്റെ അണ്ടറിൽ വരുന്ന അമെന്റ്മെന്റ് അല്ല അതെന്ന് ഓർക്കുക. അതുപോലെ ഹൈക്കോർട്ടിലെ ജഡ്ജസിന്റെ എണ്ണം കൂട്ടുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണെന്നും ഓർക്കുക. ഓക്കെ,
അപ്പം സുപ്രീം കോടതിയെ പറ്റി പറഞ്ഞു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക, ആർട്ടിക് ഒക്കെ എപ്പോഴും ന്യൂസിലുള്ളതല്ലേ. അന്റാർട്ടിക്കയായിട്ട് ബന്ധപ്പെട്ട് ന്യൂസിൽ വന്നൊരു സംഭവമായിരുന്നു എംബറർ പെൻഗിൻ അല്ലേ. ലോകത്തിലെ തന്നെ ഏറ്റവും വെയിറ്റ് ഉള്ളതല്ല, മീൻസ് ലാർജസ്റ്റ് പെൻഗിൻ ആണല്ലേ എംബറർ പെൻഗിൻ. അന്റാർട്ടിക്കയിലുള്ളതാണ്. ഈ പെൻഗിൻസ് കാണുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണല്ലേ. അതേസമയത്ത് പോളാർ ബിയർസ് ഉണ്ട്. പോളാർ ബിയർ കാണുന്നത് എവിടെയാണ്? ആർട്ടിക്കിലാണല്ലേ. അത് മാറിപ്പോലെ അന്റാർട്ടിക്കയിലാണ് പെൻഗിൻസ് കാണുന്നത്, ആർട്ടിക്കിലാണ് പോളാർ ബിയേഴ്സ് കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ന്യൂസ് വരാൻ കാര്യം എംബറർ പെൻഗിനെ എൻഡേഞ്ചേർഡ്, IUCN സ്റ്റാറ്റസ് എൻഡേഞ്ചേർഡ് കൊടുത്തു. അപ്പം അതുമായിട്ട് അത് മീൻസ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം എൻഡേഞ്ചേർഡ് IUCN സ്റ്റാറ്റസിലേക്ക് എംബറർ പെൻഗിൻ, ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് പെൻഗിൻ ആണെന്ന് ഓർക്കുക, അന്റാർട്ടിക്ക കാണുന്നതാണ്. അപ്പോൾ അന്റാർട്ടിക്കയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അന്റാർട്ടിക്ക ട്രീറ്റി ഉണ്ടല്ലേ. അന്റാർട്ടിക്ക ട്രീറ്റി എന്ന് പറഞ്ഞാൽ 1959 വാഷിംഗ്ടൺ DC USA വെച്ച് സൈൻ ചെയ്ത ഒരു സംഭവമാണ് അന്റാർട്ടിക്ക ട്രീറ്റി എന്ന് പറയുന്നത്. അത് 1959 സൈൻ ചെയ്തു. അത് മീൻസ് എഫക്ട് ആവുന്നത് 1961 അപ്പം ഞാൻ പറയുവാണ്, അന്റാർട്ടിക് ട്രീറ്റിയിൽ ഇന്ത്യ ഫൗണ്ടിങ് മെമ്പർ ആണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആണോ? ഫൗണ്ടിങ് സിഗ്നേറ്ററി ആണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല. ഇന്ത്യ അതിൻ്റെ അത് പാർട്ണറാണ്. ഇന്ത്യ ആയത് 1983 ഓർക്കുക. 83 ഇന്ത്യ അതിൻ്റെ അത് പാർട്ണർ ആയത് അന്റാർട്ടിക് ട്രീറ്റിയിൽ. ഫൗണ്ടിങ് മെമ്പർ അല്ലായിരുന്നു. അതേസമയത്ത് ഇപ്പം ഗാട്ട്, WTO ഇതിലൊക്കെ ഇന്ത്യ ഫൗണ്ടിങ് മെമ്പർ തന്നെയായിരുന്നു, ഗാട്ടിലും WTO ഒക്കെ. അതേസമയത്ത് അന്റാർട്ടിക് ട്രീറ്റിയുടെ അത് ഫൗണ്ടിങ് മെമ്പർ അല്ലായിരുന്നു. 1983 ഇന്ത്യ അതിൽ മീൻസ് മെമ്പർ ആവുന്നത്, അന്റാർട്ടിക് ട്രീറ്റിയുടെ അത് പാർട്ണർ ആവുന്നത്. അപ്പോൾ അതുവഴിയാണ് ശരിക്കും എന്താ നമുക്ക് അന്റാർട്ടിക്കയിൽ റിസർച്ച് സ്റ്റേഷൻസ് വരുന്നത്. ഏതൊക്കെയായിരുന്നു ഇന്ത്യയിലെ റിസർച്ച് സ്റ്റേഷൻസ്? അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി ഉണ്ട്, മൈത്രി ഉണ്ട്, ഭാരതി ഉണ്ടല്ലേ. ദക്ഷിണ ഗംഗോത്രി ശരിക്കും 1984 വർക്ക് മീൻസ് 83 വർക്ക് സ്റ്റാർട്ട് ചെയ്തു, 84 വന്നു, 1990 ആയപ്പോഴത്തേനും അത് ഡിസ്മാൻഡിൽ ചെയ്ത് കളഞ്ഞു അല്ലേ. ഓക്കെ. അപ്പം ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻസ് ആണെന്ന് ഓർക്കുക. അതിൽ ദക്ഷിണ ഗംഗോത്രി ഇപ്പോൾ ഇല്ല, മൈത്രിയും ഭാരതിയും ഉള്ളൂ. അതുപോലെ അടുത്ത 2029 ആകുമ്പോഴത്തേനും മൈത്രി 2 ആണ് നമ്മൾ അവിടെ പ്ലാൻ ചെയ്യുന്നത്. അടുത്ത പുതിയ റിസർച്ച് സ്റ്റേഷൻ ആയിട്ട് മൈത്രി 2 ആണ് അവിടെ പ്ലാൻ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ. അതുപോലെ അന്റാർട്ടിക്കിനെ പറ്റി പറയുമ്പോൾ ജസ്റ്റ് ആർട്ടിക്കിനെ പറ്റിയും കൂടെ പറയാം. ആർട്ടിക്കിൽ ഇന്ത്യക്ക് ഒരേ ഒരു റിസർച്ച് സ്റ്റേഷനേ ഉള്ളൂ അല്ലേ. അതേതാണ്? ഹിമാദ്രിയാണ്. 2008 ജൂലൈ 1 വന്നതാണ്. ഹിമാദ്രിയാണ് ആർട്ടിക്കിലെ ഇന്ത്യയുടെ ഏക റിസർച്ച് സ്റ്റേഷൻ. 2008 വന്നതാണ്. ഹിമാദ്രിയാണ് അതെന്ന് ഓർക്കുക. ഹിമാദ്രിയാണ് അത് മീൻസ് ആർട്ടിക്കിൽ നോർവേ അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. ഓക്കെ. അപ്പം ആർട്ടിക്കിലെ ഇന്ത്യയുടെ ഏക റിസർച്ച് സ്റ്റേഷൻ ഏതാണ്? ഹിമാദ്രിയാണ്. അന്റാർട്ടിക്കിലെ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതിയാണ്. അതിൽ ദക്ഷിണ ഗംഗോത്രി ഇപ്പോൾ ഇല്ലെന്ന് ഓർക്കുക. ഓക്കെ. അപ്പം നമ്മൾ അന്റാർട്ടിക്കയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അന്റാർട്ടിക് ട്രീറ്റിയുടെ കാര്യമൊക്കെ ഓർക്കുക. 1959 USA വാഷിംഗ്ടൺ DC വെച്ച് സൈൻ ചെയ്താണ്. 61 വന്നു. ഇന്ത്യ ഫൗണ്ടിങ് സിഗ്നേറ്ററി ഒന്നും അല്ലായിരുന്നു. ഇന്ത്യ സൈൻ ചെയ്തത് 1983 ഓർക്കുക. അതിനുശേഷമാണ് ഇന്ത്യ ശരിക്കും റിസർച്ച് സ്റ്റേഷൻസ് അന്റാർട്ടിക്കയിൽ വരുന്നത്. അപ്പോൾ ആ കോമൺ സെൻസും കൂടെ, ആ ലോജിക്കും കൂടെ ആലോചിച്ചാൽ മതി. നമ്മൾ 1983-84 പീരീഡിലാണ് ദക്ഷിണ ഗംഗോത്രി വരുന്നത്. അത് ഈ അന്റാർട്ടിക് ട്രീറ്റി സൈൻ ചെയ്തിട്ടാണ് വന്നതെന്ന് ഓർക്കുക. ഓക്കെ. അപ്പം അന്റാർട്ടിക്കയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയാണ്. WTO ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ന്യൂസിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ 14ാമത്തെ WTOയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഇപ്പോൾ ക്യാമറൂണിൻ്റെ ക്യാപിറ്റലായി യവാണ്ടയിൽ നടന്നു. ഓക്കെ. ക്യാമറൂണിൻ്റെ ക്യാപിറ്റലായി യവാണ്ടയിൽ WTOയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നു. ഇപ്പോൾ ഈ WTO എന്താണ്? ശരിക്കും WTO എന്ന് പറഞ്ഞാൽ GATT അല്ലേ, ജനറൽ എഗ്രിമെന്റ്സ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്. 1948 ജാനുവരി 1 വന്നതാണ്. അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് 1995 ജാനുവരി 1 WTO വരുന്നത് അല്ലേ. ജനീവ, സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ട് WTO ഫോം ചെയ്യുകയാണ്. 1995 ജാനുവരി 1 WTO ഫോം ചെയ്യുകയാണ്. WTOയിൽ എത്രയാണ്? 166 കൺട്രീസ് ആണ് WTOയിലുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഈസ്റ്റ് തിമൂർ ആയിരുന്നു. കിഴക്കൻ തിമൂർ അല്ലെങ്കിൽ ഈസ്റ്റ് തിമൂർ എന്ന് പറയുന്ന കൺട്രി ആയിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് WTOയിൽ വന്നത് അല്ലേ. അപ്പം WTOയുടെ മീറ്റിംഗ്, WTOയുടെ ഏറ്റവും വലിയ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പം 14ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ് ഈ വർഷം നടന്നതെന്ന് ഓർക്കുക. അത് ക്യാമറൂണിന്റെ ക്യാപിറ്റലായി യവാണ്ടയിലാണ് നടന്നത്. 14ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ 1996 സിംഗപ്പൂരിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് ആനുവലി നടക്കുന്നതാണെന്ന് ചോദിച്ചാൽ ആനുവലി അല്ല, ബൈനിയലിയാണ്. 2 വർഷത്തിൽ ഒരിക്കലാണ് ഇത് നടക്കുന്നത്. 2 വർഷത്തിൽ ഒരിക്കലാണ്. കറക്റ്റായിട്ട് 2 വർഷം എന്ന് പറയുമ്പോൾ എങ്കിലും 2 വർഷത്തിൽ ഒരിക്കലാണ്. ആനുവലി അല്ല നടക്കുന്നതെന്ന് ഓർക്കുക. ഇന്ത്യയിൽ ഇത് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഉണ്ടോ? ഇല്ല. ഇന്ത്യയിൽ ഇതുവരെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് നടന്നിട്ടില്ല. അപ്പോൾ 14ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആഫ്രിക്കൻ കൺട്രിയായ ക്യാമറൂണിന്റെ ക്യാപിറ്റലായി യവാണ്ടയിലാണ് നടന്നതെന്ന് ഓർക്കുക. അത് 14ാമത്തെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആണെന്ന് ഓർക്കുക. അപ്പോൾ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ WTO ആയിട്ട് അസോസിയേറ്റ് ചെയ്ത സംഭവമാണെന്നും കൂടി ഓർക്കുക. ഓക്കെ. WTOയുടെ ഹെഡ് ആരാണ്? ഇപ്പോൾ WTOയുടെ ഹെഡ് ആദ്യമായിട്ടൊരു വനിത വന്നു. അതുപോലെ ഒരു ആഫ്രിക്കക്കാരി അല്ലെ, വനിത, നൈജീരിയക്കാരിയാണ് ഇപ്പോൾ ആദ്യമായിട്ട് WTOയുടെ ഒരു വനിതയായിട്ട്. അതുപോലെ ഇപ്പം നമ്മൾ WHOയുടെ
ഹെഡ് ആരാണ്? ടെഡ്രോസ് അദ്രം ഗബ്രിയേസസ് അല്ലേ? പുള്ളിക്കാരൻ ആരാണ്? എത്യോപ്യക്കാരനാണ്. ആദ്യമായിട്ട് ഒരു ആഫ്രിക്കക്കാരൻ വന്നാണ് WHO. അങ്ങനെ ഹെഡുകളെ ഓർക്കുക. ഓരോ സംഭവങ്ങളുടെ ഹെഡ് ഈ ആഫ്രിക്കക്കാരൊക്കെ ഹെഡായിട്ട് വരുമ്പം ചോദിക്കാൻ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പം WTOയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ക്യാമറൂണിന്റെ ക്യാപിറ്റലായ യവോണ്ടയിലാണ് 2026 നടന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത് രാംസാർ സൈറ്റ്സ് ആണ് അല്ലേ? രാംസാർ സൈറ്റ്സ് ആണ്. നിങ്ങൾ രാംസാർ എല്ലാം നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ രാംസാർ സൈറ്റ് 99ാമത്തെ സൈറ്റ് വന്നു അല്ലേ? അത് ഷേഖാ ചീൽ എന്ന് പറഞ്ഞ് അത് ഉത്തർപ്രദേശിലെ ഇതാണ്. ഉത്തർപ്രദേശിലെ 12ാമത്തെ സൈറ്റ് ആയിട്ടാണ് രാംസാർ ഇപ്പം വന്നിരിക്കുന്നത്, രാംസാർ സൈറ്റ്. അപ്പോൾ രാംസാർ സൈറ്റ് ഇന്ത്യയിൽ ഇപ്പം മൊത്തം 99 എണ്ണമാണ് ഉള്ളതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ രാംസാർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ശരിക്കും രാംസാർ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഒരു സ്ഥലമാണല്ലേ? കാസ്പിയൻ സീയുടെ ഉള്ളിലുള്ള ഇറാനിലെ ഒരു പ്രദേശമാണ് രാംസാർ എന്ന് പറയുന്നത്. 1971 എന്താണ് ഫെബ്രുവരി 2-നാണ് രാംസാർ കൺവെൻഷൻ സൈൻ ചെയ്യുന്നത്. രാംസാർ അത് കൺവെൻഷൻ ഓൺ വെറ്റ്ലാൻഡ്സ് എന്ന് പറയും, വെറ്റ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് സൈൻ ചെയ്തത്. 1971 എന്നാണ് ഫെബ്രുവരി 2-ആണ്. അതുകൊണ്ടാണ് ഫെബ്രുവരി 2 നമ്മൾ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഫെബ്രുവരി 2-ന്റെ വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള റീസൺ അതാണ്. ഇത് നമ്മൾ ഈ റീസൺ ഓർക്കണം ഓരോ ദിവസങ്ങളുടെ. കാരണം പണ്ട് ഫെബ്രുവരി 21 മദർ ലാംഗ്വേജ് ഡേ മീൻസ് ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ എന്നുള്ള സംഭവം നമ്മളോട് ചോദിച്ചിരുന്നു. അത് മറ്റേ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതൊക്കെ UPSC ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. അപ്പം ഈ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങൾ എന്തുകൊണ്ട് വന്നു എന്നും കൂടി. ഇപ്പം April 7 ആണല്ലേ വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 1948 April 7-നാണ് WHO ഫോം ചെയ്യുന്നത്. അപ്പം അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അതുപോലെ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ഫെബ്രുവരി 2 വരാൻ കാര്യം രാംസാർ കൺവെൻഷൻ സൈൻ ചെയ്തതാണ്. 1971 ഫെബ്രുവരി 2-ന് രാംസാർ ഇറാൻ കാസ്പിയൻ സീയുടെ അവിടെ വെച്ചിട്ടാണ് ഇത് സൈൻ ചെയ്തതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ശരിക്കും ആദ്യമായിട്ട് വരുന്ന രാംസാർ സൈറ്റുകൾ ഏതൊക്കെയായിരുന്നു? ഇന്ത്യയിൽ 1981-ലാണ് ഇന്ത്യയിൽ രാംസാർ സൈറ്റുകൾ 2 എണ്ണം വരുന്നത്. ഏതൊക്കെയായിരുന്നു? ചിലിക്ക ലേക്ക് അല്ലേ? ചിലിക്ക ലേക്ക് ഒഡീഷയും കെലഡാവോ നാഷണൽ പാർക്ക് രാജസ്ഥാനുമാണ് ആദ്യത്തെ ഇന്ത്യയിലെ രാംസാർ സൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ 99 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ രാംസാറിൽ റിസ്കിൽ കിടക്കുന്ന സൈറ്റുകൾ നമ്മൾ എന്താ പറയുന്നത്? മോൺട്രിയസ് റെക്കോർഡ് എന്ന് പറയാം അല്ലേ? മോൺട്രിയസ് റെക്കോർഡിൽ പ്രസന്റ്ലി ഇന്ത്യയിൽ നിന്ന് 2 സൈറ്റുകളാണ് ഉള്ളതെന്ന് ഓർക്കുക. 2 സൈറ്റുകളാണ് മോൺട്രിയസ് റെക്കോർഡിലുള്ളത്. ഒന്ന് ഏതാണ്? ചിലിക്കയാണോ? ചിലിക്ക ഉണ്ടായിരുന്നു, ചിലിക്ക ഇപ്പോൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഉള്ളത് കെലഡാവോ നാഷണൽ പാർക്കും ലോക്ടക്കുമാണ്. മണിപ്പൂരിലെ ലോക്ടക് ഇതുമാണ് ഇപ്പം മോൺട്രീസിലുള്ളത്. മോൺട്രീസിൽ ഉണ്ടായിട്ട് റിമൂവ് ചെയ്തത് ചിലിക്കയായിരുന്നത് ഓർക്കുക. അപ്പം ഇതാണ് ഓർക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് രാംസാർ സൈറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാടുമാണ്. 20 സൈറ്റാണ്. സെക്കൻഡ് ഉത്തർപ്രദേശാണ് 12 സൈറ്റ്. ഏറ്റവും കൂടുതലുള്ള തമിഴ്നാട്ടിലാണെന്ന് ഓർക്കുക. 20 സൈറ്റാണ് തമിഴ്നാട്ടിൽ ഉള്ളതെന്ന് ഓർക്കുക. അതുപോലെ രാംസാറിൽ ഏറ്റവും വലിപ്പം ചെന്ന രാംസാർ സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ സുന്ദർബൻസ് ആണ്. വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ഏറ്റവും ചെറിയ രാംസാർ സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ രേണുക വെറ്റ്ലാൻഡ് ആണ്. എവിടത്തെയാണ്? ഹിമാചൽ പ്രദേശിലെ രേണുക വെറ്റ്ലാൻഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രാംസാർ സൈറ്റ് എന്ന് ഓർക്കുക. ഓക്കെ, കേരളത്തിൽ എത്ര എണ്ണം ആയിരുന്നു? അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. 3 എണ്ണം അല്ലേ? 2002 വന്നാണ് വേമ്പനാട്, ശാസ്താംകോട്ട, അഷ്ടമുടി 3 എണ്ണമാണല്ലേ കേരളത്തിലുള്ളത്. ഓക്കെ, അതുപോലെ ഏറ്റവും കൂടുതൽ രാംസാർ സൈറ്റ് ഉള്ള രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല. ഇന്ത്യ 3ാമത്തെ കൺട്രിയാണ് രാംസാറിൽ ഏറ്റവും കൂടുതൽ സൈറ്റ് ഉള്ളത്. ആദ്യത്തേത് UK ആണെന്ന് ഓർക്കുക. UK, മെക്സിക്കോ, ഇന്ത്യ, അങ്ങനെയാണ്. സദേൺ മീൻസ് സാർക്കിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് ഏറ്റവും കൂടുതൽ രാംസാർ സൈറ്റ് ഉള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെയാണ്. ഓക്കെ, അപ്പം വേൾഡിൽ ഏറ്റവും കൂടുതൽ സൈറ്റ് ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ UK ആണ്, പിന്നെ മെക്സിക്കോ, പിന്നെ ഇന്ത്യ 3ാമത്തെ പൊസിഷനാണ്. അതേസമയത്ത് ഏരിയ വെച്ച് ചോദിക്കാം. ഏരിയ വെച്ച് ഏറ്റവും കൂടുതൽ രാംസാർ സൈറ്റ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പണ്ടത് ബൊളീവിയ ആയിരുന്നു. ഇപ്പോൾ അത് പറയുന്നത് ബ്രസീലാണ്. അത് അപ്പോൾ ഓർക്കുക, അത് UK അല്ലെന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. അപ്പം അതും ശ്രദ്ധിക്കുക. പിന്നെ രാംസാറിനെ പറ്റി ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഓർക്കുക, രാംസാർ സൈൻ ചെയ്ത ദിവസമാണ് നമ്മൾ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിട്ട് ഫെബ്രുവരി 2 സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പം ഇന്ത്യയിലെ രാംസാറിൽ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടാണെന്ന് ഓർക്കുക. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ 20 രാംസാർ സൈറ്റ് ഉണ്ട്. സെക്കൻഡ് ഉത്തർപ്രദേശാണ് 12 സൈറ്റ്. 99 സൈറ്റാണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് ഓർക്കുക. ഓക്കെ, ലാർജസ്റ്റ് സ്മോളസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് രാംസാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അടുത്ത ടോപ്പിക്ക് NCBC ആണ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് അല്ലേ? NCBC ഇപ്പം ന്യൂസ് വരാൻ കാര്യം ആദ്യമായിട്ട് അതിൻ്റെ വനിതാ ഹെഡ് വന്നു, വനിതാ ചെയർപേഴ്സൺ വന്നു, സ്വാതി നിരഞ്ജൻ ജ്യോതി. അത് വിവാദമായത് കാരണം അദ്ദേഹം ഒരു മീൻസ് ഹിന്ദു റിലീജിയനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇത് NCBCയിൽ പുള്ളിക്കാരി ഹെഡായിട്ട് വന്നപ്പോൾ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു വനിതാ ചെയർപേഴ്സൺ NCBCക്ക് വന്നത്. അതുകൊണ്ട് NCBCയും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? കാരണം എന്താ, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്താലും എന്തൊക്കെയാണെങ്കിലും നമ്മൾ നോക്കിയിട്ട് പോകേണ്ടതാണ്. അപ്പം നമുക്ക് NCBCനെ പറ്റി പറയാം. NCBC വന്നപ്പോഴേ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല. ഇത് ഇന്ദിരാ സാവ്നി കേസ് ഉണ്ട്. 1992 ഇന്ദിരാ സാവ്നി കേസ് വഴി 1993 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ആക്ട് വഴി, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് 1993 ഇത് വരുന്നത്, ഇന്ദിരാ സാവ്നി കേസിന്റെ ഫലമായിട്ട്. ഓക്കെ, എന്നിട്ട് ഇത് ഒരു മീൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായി മാറുന്നത് എന്താണെന്ന് വെച്ചാൽ 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 2018 ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് വന്നത്. അന്ന് ഓർക്കുക, ആർട്ടിക്കിൾ 338
ബി വരെ വഴി ആണ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് വരുന്ന സമയത്ത് മീൻസ് വന്നപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞല്ലോ, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആവുന്നത് 2008 102ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വഴിയാണെന്നും പറഞ്ഞു. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഒ ബി സിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരുന്നു, NCSC ആയിരുന്നു. അതുവരെ നാഷണൽ കമ്മീഷൻ മീൻസ് ബാക്ക്വേർഡ് ക്ലാസസിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുന്നത്. 2018 102ാമത്തെ അമെൻമെന്റ് വന്നതിന് ശേഷം ഇത് നോക്കുന്നത് OBC NCBC തന്നെയാണ്, മീൻസ് OBCയുടെ കാര്യം നോക്കുന്നത്. അതുപോലെ ഇപ്പോഴും ആംഗ്ലോ ഇന്ത്യൻസിന്റെ കാര്യം നോക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ NCBC ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ അണ്ടറിലാണ് NCBC വരുന്നതെന്ന് ഓർക്കുക. NCBC വരുന്നത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിനെയാണ്. അപ്പം ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ മൊത്തം 5 പേരാണ്. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 അതർ മെമ്പേഴ്സ് ആണുള്ളത്. ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കാണ്, വൈസ് ചെയർപേഴ്സണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിന്റെ റാങ്ക് ഉണ്ട്, 3 അതർ മെമ്പേഴ്സിന് എന്താണ് സെക്രട്ടറിയുടെ മീൻസ് പദവിയാണ് ഉള്ളതെന്ന് ഓർക്കുക. അവർക്ക് 3 വർഷമാണ് ഇരിക്കാൻ പറ്റുന്നത്, മാക്സിമം 2 ടേംസ്, ഒരു ടേമും കൂടി ഇരിക്കാൻ പറ്റും, മാക്സിമം 2 ടേമാണ് അവർക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അവരെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടൊരു വനിതാ ഹെഡ് NCBCക്ക് വന്നെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ NCBC വന്നത് 102nd അമെൻമെന്റ് 2018 പറഞ്ഞു. എങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഒക്കെ വരുന്നതെന്ന അത് 65th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 1990 അത് ഒരുമിച്ച് വന്നു. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞ് 65th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 1990 വന്നു. പക്ഷേ ഇത് മേർജ് ചെയ്യുന്നത്, രണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് 89th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലാണ്. 89ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 2003 അത് മേർജ് ചെയ്യുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട്, അതായത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർട്ടിക്കിൾ 338 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർട്ടിക്കിൾ 338A വഴിയും മേർജ് ചെയ്യുന്നത് 89ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 2003 വഴി 2004 ഓർക്കുക. ഓക്കെ, അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ അണ്ടറിലാണ്. അതേസമയത്ത് നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ അണ്ടറിലാണെന്നും ഓർക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിന്റെ 5 മെമ്പേഴ്സ് ഉള്ളത്, അതെല്ലാം ഈ നാഷണൽ കമ്മീഷൻ NCBC തൊട്ട് NCSC തൊട്ട് എല്ലാത്തിനും സെയിം ആണ്. 5 മെമ്പേഴ്സ് ആണ്, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 3 അതർ മെമ്പേഴ്സ്. അത് ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. കാരണം ഒരെണ്ണം അതിൽ NCBC മാത്രം നിങ്ങൾ പഠിച്ചാൽ ബാക്കി എല്ലാത്തിൻ്റെയും സംഭവങ്ങൾ കറക്റ്റ് ആണ്. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു, മെമ്പേഴ്സിന്റെ സ്റ്റാറ്റസ്, ചെയർപേഴ്സൺ ക്യാബിനറ്റ് റാങ്കാണ്, അതെല്ലാം എല്ലാത്തിൻ്റെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക, ജസ്റ്റ് ഓർക്കുക. ഇതിൽ ആദ്യമായിട്ട് ഒരു വനിതാ ഹെഡ് വന്നതുകൊണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ടും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് നോക്കാൻ ശ്രമിക്കുക, NCBC നോക്കാൻ ശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞു NCBCയുടെ ഫംഗ്ഷൻ, അതായത് NCBC സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്ന സമയത്ത് അവരുടെ ഫംഗ്ഷൻ നോക്കിക്കൊണ്ടിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിരുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരുന്നെന്ന് ഓർക്കുക. ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഇപ്പോഴും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് നോക്കുന്നതെന്നും കൂടി ഓർക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൻസസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത വർഷം 2027 ഇന്ത്യയിൽ 16ാമത്തെ സെൻസസ് നടക്കാൻ പോവുക അല്ലേ? 16ാമത്തെ സെൻസസ് നടക്കാൻ പോവുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസ് ആണ് 2027 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ന്യൂസ് വരാൻ കാര്യം കുറേ കാര്യങ്ങളുണ്ട്. സെൻസസ് എപ്പോഴും ന്യൂസിലുണ്ടല്ലേ? അപ്പം സുദർശൻ പട്നായിക് എന്ന് പറഞ്ഞൊരു സാൻഡ് ആർട്ടിസ്റ്റിന് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് 2020, സാധാരണ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കുന്ന അമിതാഭ് ബച്ചനെയോ സച്ചിൻ തെണ്ടുൽക്കറോ ഒക്കെ ആയിരിക്കും അല്ലേ? ഇതൊരു സാൻഡ് ആർട്ടിസ്റ്റിനെ സെൻസസ് 2027 ബ്രാൻഡ് അംബാസഡർ ആയിട്ട് തെരഞ്ഞെടുത്തു. അത് സുദർശൻ പട്നായിക് ആണെന്ന് ഓർക്കുക. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആണ് തെരഞ്ഞെടുത്തത്. കാരണം എന്താ, സെൻസസ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ വന്ന സംഭവമാണ്. 1961 വന്നതാണ് രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ 1961 വന്നതാണ്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ഇനി നടക്കാൻ പോകുന്നത്, അപ്പം 2011 അല്ലേ അവസാനം സെൻസസ് നടന്നത്. ഈ 2011 സെൻസസ് സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസും മൊത്തം നോക്കുവാണെങ്കിൽ 15ാമത്തെ സെൻസസും ആയിരുന്നു അല്ലേ? CM ചന്ദ്രമൗലി എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അതിന്റെ സെൻസസ് കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന 2027 നടക്കാൻ പോകുന്ന സെൻസസ് എന്ന് പറഞ്ഞാൽ 16ാമത്തെ സെൻസസ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസ് ആണെന്ന് ഓർക്കുക. 8ാമത്തെ സെൻസസ് ആണ് ഓർക്കുക. ഓക്കെ, മുതർജയ് കുമാർ നാരായൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇന്ത്യ ശരിക്കും ഇപ്പോൾ ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നുണ്ടല്ലോ, അതിനൊരു മാസ്കോട്ട്സിനെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് സെലക്ട് ചെയ്തായിരുന്നു. അത് വികാസും പ്രകൃതിയുമാണെന്ന് ഓർക്കുക. വികാസും പ്രകൃതിയാണ് മാസ്കോട്ട്സ് ആയിട്ട് സെൻസസിന്റെ വന്നിരിക്കുന്നതെന്നും കൂടി ഓർക്കുക. അപ്പം സെൻസസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒരു യൂണിയൻ ലിസ്റ്റിലുള്ള സംഭവം അല്ലേ? സെൻസസ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റാണ്. സെൻസസിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിറ്റിയിലെ സെൻസസ് നടക്കുന്നത് 1830 എവിടെയായിരുന്നു? ധാക്ക എന്ന് പറഞ്ഞ പ്രസന്റ് ചെയ്ത് ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലാണ്. 1830 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സെൻസസ് ഒരു സ്ഥലത്ത് നടക്കുന്നത്. അത് ഹെൻറി വാൾട്ടർ എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഹെൻറി വാൾട്ടറിനെയാണ് നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്ന് വിളിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സിറ്റിയിൽ നടക്കുന്നത് 1830. കേരളത്തിൽ എന്നായിരുന്നു 1836 സ്വാതി തിരുനാൾ നടത്തിയതല്ലേ ട്രാവൻകൂറിൽ? അത് നമുക്ക് എവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പം 1830 പറഞ്ഞു. അതേ സമയത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നോൺ സിംഗർണൈസ്ഡ് സെൻസസ് നടക്കുന്നത് ലോർഡ് മേയോയുടെ സമയത്തായിരുന്നു, 1872 മേയോയുടെ സമയത്ത്. പക്ഷേ നമ്മൾ പറയുന്ന സിംഗർണൈസ്ഡ് സെൻസസിൽ പറയുന്നത് ആ സെൻസസ് ആണ്. അവിടെ തൊട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞാൽ 1881 81 ലോർഡ് റിപ്പന്റെ സമയത്താണ് WC
ലൗഡൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ആ സമയത്ത് സെൻസസ് കമ്മീഷണർ. അതായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സെൻസസ് നമ്മൾ കൂട്ടുന്നത് 1881 റിപ്പന്റെ പീരീഡിൽ. പിന്നെ കണ്ടിന്യൂസ്ലി 10 വർഷത്തിൽ ഒരിക്കലും സെൻസസ് നടന്നു, 81 91 നടന്നു, അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ സെൻസസ് എന്ന് പറഞ്ഞാൽ 2011 നടന്ന സെൻസസ് 15ാമത്തെ സെൻസസ് ആണെന്ന് നമ്മൾ പറഞ്ഞത്. പിന്നെ നടക്കാൻ പോകുന്ന സെൻസസ് 16ാമത്തെ സെൻസസ് ആണ്. ചോദ്യം ശ്രദ്ധിക്കണം, സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2027 നടക്കുന്നതെന്ന് ചോദിച്ചാൽ എത്രയാണ്? അത് 8ാമത്തെ സെൻസസ് ആണ്. ഓക്കെ, സെൻസസിന്റെ നമ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ 16ാമത്തെ സെൻസസ് ആണെന്ന് ഓർക്കുക. അപ്പം വികാസിനെയും പ്രകൃതിനെയാണ് അതിന്റെ മാസ്കോട്ട്സ് ആയിട്ട് തിരഞ്ഞെടുത്തതെന്ന് ഓർക്കുക. സുദർശൻ പട്നായിക്കിനെ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടും സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടും തിരഞ്ഞെടുത്തെന്ന് ഓർക്കുക. അപ്പം നമ്മൾ വളരെ കുറച്ച് സമയത്തും കൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് കുറച്ചും കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ നമുക്ക് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് പറഞ്ഞു വിടുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഇത് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ ഇവിടെ കുറച്ച് തിരക്കുകളൊക്കെ വന്നതുകൊണ്ട് അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സെൻസസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ IMF ആയിട്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലേ, IMF ബ്രിട്ടൻ വുഡ്സ് ആണ്, IMF വേൾഡ് ബാങ്കും അല്ലേ. അപ്പോൾ IMF ആയിട്ട് ബന്ധപ്പെട്ട ഒരു വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ട് ഇറങ്ങിയായിരുന്നു. അത് അതായത് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് ദ വാല്യൂ ഓഫ് ഇന്റർപ്രബിലിറ്റി എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇറങ്ങിയായിരുന്നു. അത് വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇറക്കിയത് ആരാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം, IMF ആണെന്ന് ഓർക്കുക. അതായത് ഗ്രോയിങ് റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് ദ വാല്യൂ ഓഫ് ഇന്റർപ്രബിലിറ്റി, അത് IMF ഇറക്കിയ റിപ്പോർട്ടാണെന്ന് ഓർക്കുക. കാരണം നമ്മൾ നോർമലി ഇങ്ങനത്തെ റിപ്പോർട്ട് കാണുമ്പോൾ IMFന്റെ ആണെന്ന് നമുക്ക് സംശയം വരും. ഇത് IMFന്റെ റിപ്പോർട്ടാണെന്ന് ഓർക്കുക. അതിൽ പറഞ്ഞത് ഇന്ത്യയുടെ UPI 49% ഓൾ ഗ്ലോബൽ റിയൽ ടൈം ഡിജിറ്റൽ പേയ്മെന്റ്സിൽ ഇന്ത്യയാണ് ഒന്നാമത്, 49%. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്രസീലിന്റെ അവിടുത്തെ റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റ് പേര് പിക്സ് എന്നാണ് ഓർക്കുക, പിക്സ്. അതുപോലെ തായ്ലൻഡിന്റെ പ്രോംപ്റ്റ് പേ ആണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം പിക്സ്, പ്രോംപ്റ്റ്, യൂണിയൻ, വീചാറ്റ് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കാം. അതൊക്കെ അവരവരുടെ ഓരോ രാജ്യങ്ങളുടെ കാരണം ഈ ഗ്ലോനാസിനെ പറ്റിയും ഗലീലിയോനെ പറ്റിയും ഒക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ഇന്ത്യയുടെ നാവികൊക്കെ വെച്ച് അങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പം വേണമെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതും കൂടി ഓർക്കുക. അപ്പോൾ IMF ആണ് ഈ റിപ്പോർട്ട് ഇറക്കുന്ന ഓർക്കുക. ഗ്രോയിങ് റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റ്സ് ദ വാല്യൂ ഓഫ് ഇന്റർപ്രബിലിറ്റി എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇറക്കിയത് IMF ആണെന്ന് ഓർക്കുക. അതുപോലെ BEAM ആപ്പ് ഉണ്ടല്ലേ, ഭാരത് ഇന്റർഫേസ് ഫോർ മണി. BEAMന് ആ പേര് വന്നത് എങ്ങനെയാണ്? BR അംബേദ്കറിന്റെ പേരിൽ നിന്നാണ് അല്ലേ. BR അംബേദ്കറിൽ നിന്നാണ് BEAM ആപ്പിന് ആ പേര് വന്നത്. BEAMന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് MS ധോണിനെ ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തായിരുന്നു അല്ലേ. ഓക്കെ, അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഓർക്കുക, ഈ റിപ്പോർട്ട് ഇറക്കിയത് IMF ആണെന്ന് ഓർക്കുക. ഇതൊക്കെ ആ രാജ്യങ്ങളിലെ അതിൽ ആ റിപ്പോർട്ടിൽ ടോപ്പ് വന്ന ഇന്ത്യയുടെ 49% ഗ്ലോബൽ റിയൽ ടൈം ഡിജിറ്റൽ പേയ്മെന്റ്സ് UPI വഴിയാണ് നടക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓർക്കുക. അപ്പോൾ അടുത്ത ഈ IMF, വേൾഡ് ബാങ്ക് ഇതൊക്കെ UPSCയുടെ ഫേവറേറ്റ് ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ബോർഡർ ലൈൻസ് അല്ലേ. ബോർഡർ ലൈൻസും UPSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. അപ്പം ഇവിടെ ഡ്യൂറൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ അല്ലേ, ഇടയ്ക്ക് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്നും പറയും. ഓക്കെ, ഇത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിലാണ്. അവിടെ കുറേ ക്ലാഷുകളൊക്കെ നടന്നായിരുന്നു. അപ്പോൾ ഈ ബോർഡർ ലൈൻസ് UPSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് അടുത്ത റീസെൻ്റ് ആയിട്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബോർഡർ ഏത് രാജ്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു അല്ലേ UPSC. അത് ആരൊക്കെയായിരുന്നു? കാനഡയും USA തമ്മിലായിരുന്നു അല്ലേ. കാനഡ 49th പാരലൽ എന്ന് പറയും. കാനഡയും USA തമ്മിലാണ്, ഏകദേശം 9000 കിലോമീറ്റർ അടുത്ത് വരും. ഓക്കെ, അതേ സമയത്ത് അത് നമ്മളോട് UPSC ചോദിച്ചിട്ടുണ്ട്. എങ്കിൽ ഏറ്റവും ചെറിയ ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രീസ് ഏതൊക്കെയാണ് വേൾഡിൽ? അത് മൊറോക്കോയും സ്പെയിനും ആണെന്ന് ഓർക്കുക. മൊറോക്കോയും സ്പെയിനും ആണ് ഏറ്റവും ചെറിയ ബോർഡർ വേൾഡിൽ ഷെയർ ചെയ്യുന്നതെന്ന് ഓർക്കുക. അതുപോലെ ഒരു കാര്യം കൂടി ഓർക്കണം, ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ കൺട്രിയുമായിട്ട് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ മൊറോക്കോ സ്പെയിൻ ബോർഡർ ആണെന്ന് ഓർക്കുക. ഓക്കെ, മൊറോക്കോ സ്പെയിൻ ആണെന്ന് ഓർക്കുക. അതുപോലെ വേറൊരു രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ ബോർഡറാണ് കാനഡയും USAയും ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതേസമയത്ത് ഏറ്റവും കൂടുതൽ കൺട്രീസുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് ചൈനയും റഷ്യയുമാണെന്ന് ഓർക്കുക. 14 കൺട്രീസുമായിട്ട് അവർ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. 14 കൺട്രീസുമായിട്ട് ചൈനയും റഷ്യയുമാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സോൺസ് ഉള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ, ടൈം സോൺസ് ഏറ്റവും കൂടുതലുള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്രാൻസ് ആണ്. 12 ടൈം സോൺ ആണ്. പിന്നെ അന്റാർട്ടിക്കയിൽ അവരുടെ ഇതും കൂടെ കൂട്ടുവാണെങ്കിൽ 13 വരും. 12 ഓർത്ത് വെച്ചാൽ മതി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ള കൺട്രീസ് എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. അതേസമയത്ത് സിംഗിൾ കണ്ടീജിയസ് ലാൻഡ് മാസിൽ ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണെന്ന് ഓർക്കുക. 11 ടൈം സോൺ ആണ്. റഷ്യക്കും US-നൊക്കെ 11 ആണ്. പക്ഷേ സിംഗിൾ കണ്ടീജിയസ് ലാൻഡ് മാസിൽ ഏറ്റവും കൂടുതൽ ടൈം സോൺ ഉള്ള കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. പിന്നെ ബോർഡർ ലൈൻസിന് നമുക്കറിയാം, റാഡ്ക്ലിഫ് ലൈൻ ഉണ്ടല്ലോ. റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാനാണ്. ഈ റാഡ്ക്ലിഫ് ലൈൻ പബ്ലിഷ് ചെയ്തത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് കേട്ടോ. 1947 ഓഗസ്റ്റ് 17 സിറിൽ ജോൺ റാഡ്ക്ലിഫ് ലൈൻ പബ്ലിഷ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. ഓക്കെ, അങ്ങനെ പല മക്മോഹൻ ലൈൻ ഉണ്ടല്ലേ, അത് ചൈനയും ഇന്ത്യയും തമ്മിലാണ്. അത് പക്ഷേ ചൈന അംഗീകരിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ പല ലൈൻസുകൾ ഉണ്ടല്ലേ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം.
അടുത്ത ടോപ്പിക്ക് ജ്ഞാനപീഠ അവാർഡാണ്. അവാർഡുകളും UPSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. അപ്പം വേണമെങ്കിൽ ജ്ഞാനപീഠ അവാർഡിനെ പറ്റി ചോദിക്കാം. അപ്പോൾ വൈരമുത്തുവിന് ഇപ്പോൾ 60ാമത്തെ ജ്ഞാനപീഠം കിട്ടിയല്ലേ, 60th ജ്ഞാനപീഠമാണ്, 60ാമത്തെ എഡിഷൻ ആയിരുന്നു 2025. അത് വൈരമുത്തുവിന് കിട്ടി. 65 ആൾക്കാർക്ക് ഇതുവരെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ ജ്ഞാനപീഠം കിട്ടിയ ആദ്യത്തെ തമിഴ് ലാംഗ്വേജിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്, 3ാമത്തെ വ്യക്തിയാണ്. അതുപോലെ ജ്ഞാനപീഠം 1961 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 65 മീൻസ് ഫസ്റ്റ് ആദ്യമായിട്ട് കൊടുത്തതാണ്. അത് ആർക്കായിരുന്നു? നമ്മുടെ ജി ശങ്കരക്കുറുപ്പിനായിരുന്നു. ഓടക്കുഴൽ എന്ന കൃതിക്കായിരുന്നു കിട്ടിയത്. ആദ്യം 1982 വരെ ഇത് കൃതികൾക്കായിരുന്നു അല്ലേ കൊടുക്കുന്നത്. 82 മുതലാണ് കൃതികളിൽ നിന്ന് മാറ്റിയിട്ട് സമഗ്ര സംഭാവന എന്നുള്ള രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയത്. അതുപോലെ ജ്ഞാനപീഠം പോസ്റ്റ്മസ്ലി കൊടുക്കില്ല എന്ന് ഓർക്കുക. മരണശേഷം ജ്ഞാനപീഠം കൊടുക്കത്തില്ല. അതേസമയത്ത് ഇപ്പം നമ്മുടെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ ആണെങ്കിൽ മരണശേഷവും കൊടുക്കും, പോസ്റ്റ്മസ്ലി കൊടുക്കും. ഇത് പോസ്റ്റ്മസ്ലി കൊടുക്കില്ലെന്ന് ഓർക്കുക. 11 ലക്ഷം രൂപയാണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും ക്യാഷ് പ്രൈസ് ഉള്ള ലിറ്ററേച്ചർ അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജ്ഞാനപീഠമല്ല, അതിപ്പം സരസ്വതി സമ്മാനാണ്, 15 ലക്ഷമാണ്. ഒറിജിനലി ശരിക്കും പറഞ്ഞാൽ JCB പ്രൈസ് ആയിരുന്നു. പക്ഷേ JCB പ്രൈസ് 25 ലക്ഷമായിരുന്നു. അതിപ്പോൾ നിർത്തലാക്കി. അപ്പം പ്രസന്റ്ലി ഏറ്റവും ക്യാഷ് പ്രൈസ് ഉള്ള അവാർഡ് ഇന്ത്യയിലെ ലിറ്ററേച്ചർ അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 15 ലക്ഷമുള്ള സരസ്വതി സമ്മാനാണ്. അത് KK ബിർള ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് അല്ലേ. അപ്പം ഇത് ജ്ഞാനപീഠ അവാർഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് വൈരമുത്തുവിനാന്ന് ഓർക്കുക. 60ാമത്തെ എഡിഷൻ ആയിരുന്നു 2025. 24 കിട്ടിയത് ആർക്കായിരുന്നു? വിനോദ് കുമാർ ശുക്ലയ്ക്കായിരുന്നു അല്ലേ. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടിയ വ്യക്തിയായിരുന്നു. ഹിന്ദി ലാംഗ്വേജിൽ നിന്നാണ് കിട്ടിയത്. അതുപോലെ ഏറ്റവും കൂടുതൽ ജ്ഞാനപീഠം കിട്ടിയിരിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദിയാണ്. 12 വട്ടമാണ് ഹിന്ദിക്ക് ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നത്. 12 വട്ടം, ഏറ്റവും കൂടുതൽ തവണ ജ്ഞാനപീഠം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ജ്ഞാനപീഠത്തിന് കൊടുക്കുന്ന ലാംഗ്വേജ് ഏതൊക്കെയാണ്? 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ഉണ്ടല്ലോ. നമ്മുടെ ഷെഡ്യൂൾ ലാംഗ്വേജ് 22 ലാംഗ്വേജ് ഉണ്ട്. അതായിരുന്നു ഒറിജിനലി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ 49ാമത്തെ ജ്ഞാനപീഠ അവാർഡ് മുതൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ലാംഗ്വേജും കൂടെ, ഇംഗ്ലീഷും കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ അതുകൊണ്ട് 22 ഷെഡ്യൂൾ ലാംഗ്വേജസ് പ്ലസ് ഇംഗ്ലീഷിനാണ് നമ്മളിപ്പോൾ ജ്ഞാനപീഠം കൊടുക്കുന്നതെന്ന് ഓർക്കുക. 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് പ്ലസ് ഇംഗ്ലീഷിനും കൂടിയാണ് 23 ലാംഗ്വേജാണ് ടോട്ടലി ഇപ്പോൾ ജ്ഞാനപീഠം കൊടുക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ നോർമലി ഒരു രീതിയുണ്ട്, ഞാനിവിടെ ഒരു ലാംഗ്വേജിന് കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് ആ ലാംഗ്വേജിന് പരിഗണിക്കാറില്ല. ഓക്കെ, അങ്ങനെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ഞാനിവിടെ കിട്ടിയത് ആർക്ക്? 1965 ആർക്കായിരുന്നു? ജി ശങ്കരക്കുറുപ്പിനായിരുന്നു അല്ലേ, ഓടക്കുഴൽ എന്ന് കൃതിക്ക്. അപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ആളുടെ കാര്യം ഓർക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഞാനിവിടത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് യുണൈറ്റഡ് നേഷൻസിനെ പറ്റിയാണ്. യുണൈറ്റഡ് നേഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇതിപ്പോൾ ന്യൂസ് വരാൻ കാര്യം മെലാനിയ ട്രംപ്, നമ്മുടെ അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ വൈഫായ മെലാനിയ ട്രംപ് UN സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് ചെയർ ചെയ്തായിരുന്നു. അത് ചിൽഡ്രൻ, ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലാണ് പുള്ളിക്കാരി ചെയർ ചെയ്തത്. അത് ആദ്യമായിട്ടാണ് ഒരു വേൾഡ് ലീഡറിന്റെ വൈഫ് ഇതിങ്ങനെ പ്രസൈഡ് ചെയ്യുന്നത്, UN സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗ് പ്രസൈഡ് ചെയ്തതെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശരിക്കും UN സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിൽ ഇന്ത്യ എത്ര തവണ പ്രസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? ഇന്ത്യ 8 വട്ടമാണ്. അവസാനം 2021-22 പീരീഡിലായിരുന്നു. ആദ്യം 1950-51 പീരീഡിലാണ്. 8 വട്ടമാണ് UN സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിൽ ഇന്ത്യ ചെയർ ചെയ്തിട്ടുള്ളതെന്ന് ഓർക്കുക. അതേസമയത്ത് UN ജനറൽ അസംബ്ലി ഉണ്ടല്ലോ അല്ലേ, UN ജനറൽ അസംബ്ലിയുടെ ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡന്റ് വരുന്നത് ഇന്ത്യക്കാരിയായിരുന്നു അല്ലേ. 1953 നെഹ്റുവിന്റെ സിസ്റ്ററായ ആരായിരുന്നു? വിജയലക്ഷ്മി പണ്ഡിറ്റായിരുന്നു അല്ലെ ആദ്യമായിട്ട് ഒരു വനിതാ പ്രസിഡന്റ്. അതുപോലെ ഇന്ത്യൻ ആദ്യത്തെ വ്യക്തിയും പ്രസിഡന്റ്, UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും വിജയലക്ഷ്മി പണ്ഡിറ്റായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ ശ്രദ്ധിക്കണം. സെക്യൂരിറ്റി കൗൺസിൽ, ജനറൽ അസംബ്ലി, അതുപോലത്തെ സംഭവങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ UNന്റെ ഒരു കാര്യം ഓർക്കണം, UNന്റെ സെക്രട്ടറി ജനറൽ ഇപ്പോൾ 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണല്ലേ. അന്റോണിയോ ഗുട്ടറസ്, പോർച്ചുഗീസിന്റെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു. 2017 ജാനുവരി 1 മുതൽ പുള്ളി മീൻസ് UNന്റെ സെക്രട്ടറി ജനറൽ ആണല്ലേ. 10 വർഷം ആകാൻ പോവുകയാണ്. അപ്പം പുള്ളിക്കാരൻ മാറാൻ പോവുകയാണ്, 10ാമത്തെ സെക്രട്ടറി ജനറൽ വരാൻ പോവുകയാണ്. അപ്പം ഒരു വനിതയായിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണെന്ന് ഓർക്കുക. ഇതുവരെ ഒരു വനിത പോലും UNന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടില്ലെന്നും ഓർക്കുക. ഓക്കെ, 9ാമത്തെ സെക്രട്ടറി ആണ് അന്റോണിയോ ഗുട്ടറസ് എന്നും ഓർക്കുക. പിന്നെ UNൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 193 മെമ്പേഴ്സ് ഉണ്ടല്ലേ. ഏറ്റവും അവസാനം UNൽ മെമ്പർ ആയത് ആരാന്ന് വെച്ചാൽ 193ാമത്തെ മെമ്പറായിട്ട് സൗത്ത് സുഡാൻ ആയിരുന്നു. 2011 സൗത്ത് സുഡാൻ ആയിരുന്നു. അതുപോലെ 2 ഒബ്സർവേഴ്സ് യുണൈറ്റഡ് നേഷൻസിലുണ്ടല്ലേ. ആരൊക്കെയാണ്? വത്തിക്കാനും ഉണ്ട്, പലസ്തീനും ഉണ്ട്. 2 ഒബ്സർവേഴ്സ് ആണ് യുണൈറ്റഡ് നേഷൻസിലുള്ളത്. അത് വത്തിക്കാനും പലസ്തീനും ആണെന്ന് ഓർക്കുക. ഓക്കെ, UN. അപ്പം UNനെ പറ്റി നമ്മൾ ഏകദേശം പറഞ്ഞു. പിന്നെ ലാംഗ്വേജ് അറിയില്ല, ഫ്രഞ്ച്, റഷ്യ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അറബി, ഇതൊക്കെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്നൊക്കെ പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ. അത് പറയുന്നില്ല. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർക്കുക. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ മീറ്റിംഗ് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഒരു വേൾഡ് ലീഡറിന്റെ വൈഫ് ഇപ്പം പ്രസൈഡ് ചെയ്തു എന്ന് ഓർക്കുക. അത് മെലാനി ട്രംപ് ആണ്, ഡൊണാൾഡ് ട്രംപിന്റെ വൈഫാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ട്രംപിന്റെ കാര്യം പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് എത്ര വർഷമാണ് ഇരിക്കാൻ പറ്റുന്നത്? ഒറ്റ ടേമിൽ 4 വർഷമാണല്ലേ. അങ്ങനെ മാക്സിമം 2 ടേം ഇരിക്കാൻ പറ്റും. ഓക്കെ, 2 ടേം 4 വർഷം വെച്ച് മാക്സിമം 8 വർഷമാണ് ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതേ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റിന് എത്രയാണ്? 5 വർഷം അല്ലേ. ഒറ്റ ടേമിന് 5 വർഷം. അങ്ങനെ എത്ര തവണ വേണേ ഇരിക്കാൻ പറ്റുമല്ലോ. ഇന്ത്യൻ പ്രസിഡന്റിന് എത്ര തവണ വേണേ ഇരിക്കാൻ പറ്റും. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന്, പോട്ടസ് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മാക്സിമം 2 ടൈംസേ പ്രസിഡന്റ് ആവാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അത് ഓർക്കുക. അതുപോലെ ഇതാണ് UNുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ,
അപ്പം നമ്മൾ ഏകദേശം ഞാൻ ഒരു 10 ടോപ്പിക് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ പറഞ്ഞു. കാരണം സമയക്കുറവും എല്ലാം ഉണ്ടല്ലേ, നിങ്ങൾക്കും എക്സാം എടുത്തു, എല്ലാം നിങ്ങളും തിരക്കിലായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ റിവിഷൻ എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. ജസ്റ്റ് നിങ്ങൾ കേൾക്കുക, വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുക, അതാണ്. അപ്പം കുറച്ച് ടോപ്പിക്സും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ടല്ലേ, ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ പരേഡ് ഇപ്പോൾ 77ാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡാണ് 2026 നടന്നത്. 77th റിപ്പബ്ലിക് ഡേ പരേഡ് ആയിരുന്നു. അതിന് ഗസ്റ്റ് ആയിട്ട് വന്നത് ഇവിടുന്ന് ആരായിരുന്നു? യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളായിരുന്നു, അല്ലെ, യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളായിരുന്നു വന്നത്. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റായ ഉർസുല വോൺ ഡെർ ലെയനും യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റായ അന്റോണിയോ കോസ്റ്റയാണ്. ആദ്യമായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ റിപ്പബ്ലിക് ഡേ പരേഡിന് വരുന്നത്. അപ്പം ഒരു കാര്യം ഓർക്കണം, 2026 ചോദിക്കാതെ വരുന്നത് 77th എഡിഷൻ എന്ന് ചോദിക്കുക. 77th ആണ് 2026 ഓർക്കുക. അതിൽ ഗസ്റ്റ് ആയിട്ട് വന്ന യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളാണ് ഓർക്കുക. അതേസമയത്ത് 76ാമത്തെ എഡിഷൻ 2025 ആരായിരുന്നു ഗസ്റ്റ് എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? 2025 പ്രഭാവോ സുബിയാന്തി ആയിരുന്നു, അല്ലെ. 76ാമത്തെ പ്രഭാവോ സുബിയാന്തി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ ഫസ്റ്റ് ആദ്യമായിട്ട് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ വന്ന ഗസ്റ്റ് ഏത് രാജ്യത്തു നിന്ന് 1950 സുകാർണോ ആയിരുന്നു. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ സുകാർണോ ആയിരുന്നു. ഇനി ആദ്യമായിട്ട് ഒരു ഇന്ത്യയിൽ വന്ന ഒരു വനിത റിപ്പബ്ലിക് ഡേ പരേഡിൽ ഗസ്റ്റ് ആയിട്ട് വന്നത് 1961 എലിസബത്ത് രാജ്ഞി ആയിരുന്നു. എലിസബത്ത് II ആയിരുന്നു. എലിസബത്ത് രാജ്ഞി ആയിരുന്നു ആദ്യമായിട്ട് ഒരു വനിത വരുന്നത്. ഏറ്റവും കൂടുതൽ വട്ടം വന്നത് ആരാന്ന് ചോദിച്ചാൽ ഫ്രാൻസിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. ഏകദേശം 6 തവണ അവർ വന്നിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് വരെ, ഈവൻ പാകിസ്ഥാനിൽ നിന്ന് വരെ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, ഇതൊക്കെയാണ് റിപ്പബ്ലിക് ഡേ പരേഡുമായിട്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി പറയുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, ഇത് 2026 ഫെബ്രുവരി 28 സ്റ്റാർട്ട് ചെയ്തതാണ്, അതല്ലേ. USA-യും ഇസ്രായേലും കൂടെ ഇറാനെ ആക്രമിച്ചതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, പേരും എപ്പിക് ഫ്യൂറിയും. അതുപോലെ അബ്സല്യൂട്ട് റിസോൾവ്, അല്ലെ, ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് വെനിൻസുലയായിട്ട് ബന്ധപ്പെട്ട് നിക്കോളാസ് മഡൂറോനെ പിടിക്കാൻ US നടത്തിയ ഓപ്പറേഷൻ ആണല്ലേ, നിക്കോളാസ് മഡൂറ. അതുപോലെ മറിയ കൊറീന മക്കാഡോ നോബൽ പീസ് പ്രൈസ് കിട്ടിയ ആൾ. അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. കാരണം UPSC പാറ്റേണിൽ എങ്ങനെ വേണം ചേഞ്ച് വരാം, ചിലപ്പോൾ ഭയങ്കര രീതിയിൽ ഫാക്ച്വലായിട്ട് കയറി വരാം. അപ്പം അതൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ. കാരണം ഈ ഒരു മാക്സിമം അക്കാഡമീസിന് ഇതിനൊക്കെ മീൻസ് ഒരു അഡ്വാൻറ്റേജ് കിട്ടാതിരിക്കും. ക്വസ്റ്റിൻ്റെ പാറ്റേൺ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിനെ പറ്റി നമ്മൾ പറഞ്ഞു. 2026 ഇറാന്റെ ആക്രമിച്ച, അതാണ് ആ ഓപ്പറേഷന്റെ പേരാണ്. ഓക്കെ, അടുത്ത ഇന്റർനാഷണൽ മലേറിയ കോൺഫറൻസ് ആണ്, ഇന്ത്യയിലാണ് നടന്നത്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂഡൽഹിയിലാണ്. ഇതിപ്പോൾ റാൻഡമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ മലേറിയ കോൺഫറൻസ് 2026 ന്യൂഡൽഹിയിലാണ് നടന്നത്. അതുപോലെ നാഷണൽ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അല്ലെ. മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഓർക്കുക. അപ്പോൾ ഇന്റർനാഷണൽ മലേറിയ കോൺഫറൻസ് ഇത്തവണ ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ് നടന്നതെന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഓട്ടം ഡുറോൾഡ് ആർപ്പോ, ഇത് ഒരു ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട ഇത്തവണത്തെ 98ാമത്തെ ഓസ്കാർ ആയിരുന്നു, അല്ലെ. 2026 98ാമത്തെ ഓസ്കാർ ആയിരുന്നു. അതിൽ ആദ്യമായിട്ട് ഒരു വനിതയ്ക്ക് സിനിമോട്ടോഗ്രഫിയിൽ ഓസ്കാർ ലഭിച്ചു. ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ്. ഒരു വനിതയ്ക്ക് ആദ്യമായിട്ട് ഓസ്കാർ സിനിമോട്ടോഗ്രഫി കിട്ടി. അത് സിന്നേഴ്സ് എന്നൊരു ചിത്രത്തിലായിരുന്നു. അത് ഓട്ടം ഡുറാൾഡ് ആർപ്പോ എന്നൊരു ലേഡിക്കായിരുന്നു 98ാമത്തെ ഓസ്കാർ. സിന്നേഴ്സ് എന്നൊരു ചിത്രത്തിലാണ്. അതുപോലെ ഓസ്കാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്കാറിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിന്നേഴ്സിനാണ് 16 നോമിനേഷൻ ആണ് കിട്ടിയത്. പക്ഷേ ഇത്തവണ 98ാമത്തെ അക്കാഡമി അവാർഡ്സിൽ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആയിരുന്നു. അത് 6 അവാർഡാണ് അവർക്ക് ലഭിച്ചതെന്ന് ഓർക്കുക. അപ്പോൾ 98ാമത്തെ അക്കാഡമി അവാർഡ്സ് ആയിരുന്നു. ആരാ കൊടുക്കുന്ന? അംബാസ്, അല്ലേ, അക്കാഡമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസ്. ഇതാണ് ഓസ്കാർ കൊടുക്കുന്നത്, അല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ടോപ്പിക്സ് ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഇനി UPSC ചിലപ്പം ഓസ്കാറൊക്കെ ചോദിക്കാൻ തുടങ്ങിയാലോ, അതുകൊണ്ട് ജസ്റ്റ് പറയുന്നതാണ്. ഓക്കെ, ഇനി ഉദയ് എന്തിന്റെ മാസ്കോട്ടാണ്? അരുൺ ഗോകുൽ എന്ന് പറഞ്ഞ ഒരു തൃശ്ശൂരുകാരൻ ഡിസൈൻ ചെയ്ത ഒരു മാസ്കോട്ടാണല്ലേ ഉദയ് എന്ന് പറയുന്നത്. അത് ഡിസൈൻ ചെയ്തത് മലയാളിയാണ് അരുൺ ഗോകുൽ. എന്തിൻ്റെയാണ്? ആധാറിന്റെ മാസ്കോട്ടായിട്ട് വന്നു ഉദയ് എന്ന് പറഞ്ഞ മാസ്കോട്ട്. അത് അരുൺ ഗോകുൽ എന്ന് പറഞ്ഞ മലയാളിയാണ് ഡിസൈൻ ചെയ്തത്. അതേസമയത്ത് ആധാറിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് ആരാന്ന് വെച്ചാൽ അതുൽ സുധാകർ റാവു പാണ്ഡെയാണ് ആധാറിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത്. മാസ്കോട്ടാണ് ഉദയ് എന്ന് പറഞ്ഞൊരു മാസ്കോട്ട് വന്നു ആധാറിന്. അതുപോലെ ആധാർ എന്ന് പറഞ്ഞാൽ ആധാർ ആക്ട് 2016 ഉണ്ടല്ലേ, അതിന്റെ ബേസിലാണ് ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് കിട്ടിയിരിക്കുന്നത് ആധാറിന്. അതുപോലെ ആധാർ എന്ന് പറഞ്ഞാൽ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ, അല്ലെങ്കിൽ UID യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ടല്ലേ, അത് ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT അണ്ടറിലാണെന്ന് ഓർക്കുക. ഇലക്ട്രോണിക്സ് ആൻഡ് IT അണ്ടറിലാണ് UID അല്ലെങ്കിൽ ആധാർ എന്നൊക്കെ പറയുന്നത്, അതിന്റെ അണ്ടറിലാണെന്ന് ഓർക്കുക. അതുപോലെ ബ്ലൂ ആധാർ ഉണ്ടല്ലേ, 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ബ്ലൂ ആധാർ അല്ലെങ്കിൽ ബാലാധാർ എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ഉല്ലാസ്. അത് അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ലോങ് ലേണിംഗ് ഫോർ ഓൾ ഇൻ സൊസൈറ്റി ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഉല്ലാസ് എന്ന് പറഞ്ഞ സ്കീം. ഇത് ഞാൻ പറയാൻ കാര്യം, ഇന്ത്യയിൽ 100% ലിറ്ററസി ചെയ്ത് ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണല്ലേ. 1991 ഏപ്രിൽ 18 മറ്റേ ചേലക്കാടൻ ആയിഷമ്മേനെ പ്രഖ്യാപിച്ച് കേരളമായിരുന്നു 100% ലിറ്ററസി കിട്ടിയ ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1991. പക്ഷേ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഉല്ലാസ് സ്കീം പ്രകാരം 100% ലിറ്ററസി ആയ ഇന്ത്യയുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമല്ല, അത് മിസോറാം ആണെന്ന് ഓർക്കുക. 2025 മിസോറാം ആണ്.
ഓക്കെ, ഉല്ലാസ് സ്കീം എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മിസോറാം ആണെന്ന് ഓർക്കുക. അതുപോലെ ഉല്ലാസ് സ്കീം പ്രകാരം 100% ലിറ്ററസി ആദ്യത്തെ യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ ലഡാക്കാണ്. അതുപോലെ രണ്ടാമത് ഇപ്പോൾ ചണ്ഡീഗഡ് ന്യൂസിൽ വന്നു, ചണ്ഡീഗഡാണ്. അപ്പം അങ്ങനെയും ഓർക്കണം, ചോദ്യം ചോദിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഉല്ലാസ് സ്കീം പ്രകാരം 95% കൂടുതൽ ലിറ്ററസി ഉണ്ടെങ്കിൽ അതിൽ 100% ആയിട്ട് കൂട്ടും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഉല്ലാസ് സ്കീം പ്രകാരം 95% കൂടുതൽ ലിറ്ററസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരെ മീൻസ് ആ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിനെ 100% ലിറ്ററസി ആയിട്ട് കൂട്ടും. അപ്പം അത് ഓർക്കുക, അതും ഓർക്കുക. അപ്പോൾ വേറൊരു സംഭവം ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് ലിറ്ററേറ്റ് 100% ലിറ്ററസിറ്റി ആയ സിറ്റി ഏതാണ്, പ്ലേസ് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ അത് കോട്ടയമാണ് 1989. ഇനി ഡിസ്ട്രിക്ട് ചോദിക്കുകയാണെങ്കിൽ ഏതായിരുന്നു? എറണാകുളമാണ് 1990. എറണാകുളം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളമായിരുന്നു 1991. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഉല്ലാസ് സ്കീമിന്റെ കാര്യം അത് ഓർക്കുക. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ആ ഉത്തരം നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക. ഓക്കെ, ഇനി VPG റാംജി അല്ലേ, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ എന്താണ്? ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. അത് നമ്മുടെ MG നരേഗ ആക്ട് ഉണ്ടല്ലേ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ്. അപ്പം നമ്മുടെ റൂറൽ ഡെവലപ്മെന്റിന്റെ അണ്ടറിലായിരുന്നല്ലോ MG നരേഗ. അത് ശിവരാജ് സിംഗ് ചൗഹാൻ, ഇപ്പോഴത്തെ നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആണ്, അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ച് അതിന്റെ പേരൊക്കെ മാറിയല്ലേ MG. അപ്പം VPG റാംജി ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തോണം. അപ്പം ശരിക്കും NREG എന്നായിരുന്നു ഇത് വന്നപ്പോൾ 2005 വന്നപ്പം, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വന്നപ്പോൾ NREG എന്നായിരുന്നു. ഇതിന്റെ കൂടെ മഹാത്മാഗാന്ധി എന്നുള്ള പേര് കേൾക്കുന്നത് 2009 ഇപ്പോൾ അതിന്റെ പേര് കംപ്ലീറ്റ് ആയിട്ട് മാറി VPG റാംജി എന്നായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ആണ്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്. അത് 100 days എംപ്ലോയ്മെന്റ് എന്നുള്ളത് 125 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. പിന്നെ അഗ്രികൾച്ചർ പൗസ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഈ VPG റാംജിയുടെ അകത്ത്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. ഈ ആക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കുറച്ച് വിവാദം ഉണ്ടായിരുന്നു ഈ ആക്ട് വന്നപ്പം, VPG റാംജി എന്നുള്ള പേര് ചേഞ്ച് ഒക്കെ വന്നപ്പോഴത്തേനും. അപ്പോൾ ഓർക്കത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അണ്ടറിലാണ് ഓർക്കുക. ശിവരാജ് സിംഗ് ചൗഹാൻ ആണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നും ഓർക്കുക. അതുപോലെ ഈ പേയ്മെന്റ് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഏറ്റവും കൂടുതൽ MG നരേഗ പേയ്മെന്റ് കൊടുക്കുന്ന സ്റ്റേറ്റ് ഏതാ? ഹരിയാനയാണ്. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡാണ്. അത്ര ഇവിടെ UPSC ഇതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഓക്കെ, അപ്പം VPG റാംജിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ പറയുന്ന ടോപ്പിക്ക് രഞ്ജി ട്രോഫിയാണ്. സ്പോർട്സ് ഇപ്പോൾ UPSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് അല്ലേ. രഞ്ജി ട്രോഫി ഇപ്പം ഇമ്പോർട്ടൻ്റ് ആവാൻ കാര്യം, ആദ്യമായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ രഞ്ജി ട്രോഫി വിജയിച്ചു അല്ലേ. ഈ സീസൺ ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ കർണാടകയെ പരാജയപ്പെടുത്തി. കർണാടകയിൽ വെച്ചിട്ട് അടുത്ത ഫൈനൽ നടന്നത് ആദ്യമായിട്ടാണ് ജമ്മു ആൻഡ് കാശ്മീർ വിജയിക്കുന്നത്. അതുകൊണ്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രഞ്ജി ട്രോഫി ശരിക്കും എന്താണ് ഏറ്റവും കൂടുതൽ വട്ടം ജയിച്ചാരെന്ന് വെച്ചാൽ മുംബൈയാണ്. 42 വട്ടം മുംബൈ ജയിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ, കഴിഞ്ഞ വർഷം കേരള ഫൈനലിൽ കയറിയിരുന്നില്ല, വിദർഭയായിട്ട് ഫൈനലിൽ കയറി, പക്ഷേ ഫൈനലിൽ പരാജയപ്പെട്ടു. കേരളം ആദ്യമായിട്ടായിരുന്നു ഒന്ന് ഫൈനലിൽ കയറിയത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ഇപ്പം ജമ്മു ആൻഡ് കാശ്മീർ ജയിച്ചെന്ന് ഓർക്കുക. കർണാടകയെയാണ് പരാജയപ്പെടുത്തിയതെന്നും ഓർക്കുക. രഞ്ജി ട്രോഫി ക്രിക്കറ്റാണ്. അതുപോലെ രഞ്ജി ട്രോഫി പോലെ തന്നെയാണ് സന്തോഷ് ട്രോഫി ഉണ്ടല്ലേ. സന്തോഷ് ട്രോഫി ഫുട്ബോളാണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജയിച്ചതായിരുന്നു സർവീസസ് ആയിരുന്നു. കേരളത്തിനെയാണ് പരാജയപ്പെടുത്തിയത്. സർവീസസ് ആയിരുന്നു, ആസാമിലായിരുന്നു നടന്നതെന്നും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി കോമൺവെൽത്ത് ഗെയിംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1930 ഹാമിൽട്ടൺ കാനഡയിലാണ് കോമൺവെൽത്ത് തുടങ്ങുന്നത്. കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങുന്നത് 1930 ഹാമിൽട്ടൺ കാനഡയിലായിരുന്നു അല്ലേ. അപ്പം ഈ 2030 എന്ന് പറഞ്ഞാൽ 100 വർഷമായി എന്ത് കോമൺവെൽത്ത് ഗെയിംസ്. അതുപോലെ ഫുട്ബോൾ വേൾഡ് കപ്പ് 100 വർഷമായി. 1930 ഉറുഗ്വേയിലായിരുന്നു തുടങ്ങിയത്. 2030 ഫുട്ബോൾ വേൾഡ് കപ്പ് 100 വർഷം ആവുന്നുണ്ട്. അപ്പോൾ ഈ കോമൺവെൽത്ത് ഗെയിംസ് 1930 ഹാമിൽട്ടൺ കാനഡയിൽ നടന്നല്ലോ. ഇന്ത്യയിൽ ഒരേ ഒരു വട്ടമാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. 2010 ന്യൂഡൽഹിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വർഷം 2026 നടക്കുന്നുണ്ട്. അത് ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലാണ്. 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്. എങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാമത്തെ വാർഷികത്തിൽ നടക്കുന്നത് അത് ഇന്ത്യയിലാണെന്ന് ഓർക്കുക. അഹമ്മദാബാദ് ഗുജറാത്തിലാണ് 2030 നടക്കുന്നത്. അതുകൊണ്ട് കോമൺവെൽത്ത് ഗെയിംസും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നൊക്കെയാണ് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിന്. ബ്രിട്ടീഷിന്റെ കോളനീസ് അവിടെ ഉണ്ടായിരുന്ന കൺട്രീസ് ഒക്കെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസും ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. അത് കാനഡ, മെക്സിക്കോ, USA എന്ന രാജ്യങ്ങളിലായിട്ടാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നതെന്ന് ഓർക്കുക. 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത് അവിടെയാണ്. 23ാമത്തെ എഡിഷനാണ് ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ. അപ്പം ഓർക്കുക. അതുപോലെ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് 22 എഡിഷൻ ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഖത്തറിലായിരുന്നു അവസാനം നടന്നത്. ആ 22 എഡിഷനിൽ പങ്കെടുത്ത ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ബ്രസീലാണെന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ കിരീടം കിട്ടിയതും ബ്രസീലിലാണ്, 5 എണ്ണം കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പം 2026 കാനഡ, മെക്സിക്കോ, USAയിലാണ് നടക്കുന്നതെന്ന് ഓർക്കുക ഫുട്ബോൾ വേൾഡ് കപ്പ്. അടുത്ത 2030 100ാം വാർഷികമാണെന്ന് പറഞ്ഞു ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ, ഫിഫ വേൾഡ് കപ്പിന്റെ. പിന്നെ ഈ വർഷം 48 ടീംസ് ഉണ്ടെന്ന് ഓർക്കണം. 32 ടീംസ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഇത്തവണ 48 ടീംസ് ഉണ്ടെന്ന് ഓർക്കുക ഫുട്ബോൾ വേൾഡ് കപ്പിൽ. അതുപോലെ 2030 100ാം വാർഷികം നടക്കുന്നത് മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗലും. പിന്നെ 100ാം വാർഷികമായിട്ട് അർജന്റീന, പരാഗ്വേ, ഉറുഗ്വേയിലും കൂടെ നടക്കുന്നുണ്ട് 100ാം വാർഷികമായതുകൊണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയാനുള്ളത്. അതുപോലെ ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനൽ നടക്കുന്നത് മെറ്റ്ലൈഫ് സ്റ്റേഡിയം USAയിലാണെന്നും കൂടി ഓർത്തേരെ. കാരണം സ്പോർട്സ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് UPSC, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ പറഞ്ഞു, ഫിഫ വേൾഡ് കപ്പും നമ്മൾ സംസാരിച്ചു. ഇനി കിംബർലി പ്രോസസ് ആണ്. കിംബർലി പ്രോസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും
2003 പീരീഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. കിംബർലി എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമല്ലേ. കോൺഫ്ലിക്റ്റ് ഡയമണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് കിംബർലി പ്രോസസ് എന്ന് പറയുന്നത്. അതിപ്പം ഇതിന്റെ ചെയർ ആയിട്ട് 2026 ജാനുവരിയിൽ ഇന്ത്യ ചെയർ ആയിട്ട് വന്നു. ആദ്യമായിട്ടാണ് അപ്പോൾ ഇന്ത്യ ചെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. മൂന്നാമത്തെ വട്ടമാണ്. 2008 ചെയർ ചെയ്തിട്ടുണ്ട്, 2019 ചെയർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇത് മൂന്നാമത്തെ വട്ടമാണ് ഇന്ത്യ കിംബർലി പ്രോസസ് ചെയർ ചെയ്യുന്നതെന്ന് ഓർക്കുക. അത് കോൺഫ്ലിക്റ്റ് ഡയമണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർക്കുക. ഇന്ത്യയിൽ അത് ഡീൽ ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ JGEPC എന്ന് സംതിങ് എന്ന് പറയും, ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ. അത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. അവരാണ് ഇന്ത്യയിൽ അതിന്റെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇത് മൂന്നാമത്തെ വട്ടമാണ് കിംബർലി പ്രോസസ് ചെയർ ചെയ്യുന്നതെന്ന് ഓർക്കുക. കോൺഫ്ലിക്റ്റ് ഡയമണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് മീൻസ് കിംബർലി പ്രോസസ് എന്നും കൂടി ഓർക്കുക. കിംബർലി പ്രോസസ് സർട്ടിഫിക്കേഷൻ സ്കീം എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ ഇപ്പോൾ വിജയിച്ചായിരുന്നു. ആയുഷ് മാത്രേ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അണ്ടർ-19 വേൾഡ് കപ്പ് വിജയിച്ച രാജ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. ഇപ്പോൾ 6 വട്ടമാണ് ഇന്ത്യ അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇപ്പം വിജയിക്കുന്നത്. 6ാം വട്ടമാണെന്ന് ഓർക്കുക. അത് ആദ്യമായിട്ട് 2000 മുഹമ്മദ് ഖൈഫ് ആയിരുന്നു അന്ന് ക്യാപ്റ്റൻ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആയുഷ് മാത്രേ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ നമ്മൾ ജയിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യ എന്ന് ഓർക്കുക. 6 വട്ടമാണ് ഇന്ത്യ ജയിച്ചേക്കുന്നത്. ഓക്കെ, അതാണ് അണ്ടർ-19 വേൾഡ് കപ്പ് ആയിട്ട് പറയാനുള്ള ക്രിക്കറ്റ് വേൾഡ് കപ്പ് ആയിട്ട്. ഇനി മിലിറ്ററി എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മിത്രശക്തിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. മിത്രശക്തി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് അല്ലേ. അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇപ്പം റീസെൻ്റ് ആയിട്ട് നടന്ന മിലിറ്ററി എക്സസൈസ് നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ മിത്രശക്തി പറഞ്ഞു. അപ്പോൾ ശക്തി ഏതാ? ശക്തി ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലല്ലേ. ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അതുപോലെ ഹരിമൗ ശക്തി ഉണ്ട്. ഹരിമൗ ശക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണ്. അതുപോലെ സൈക്ലോൺ ഉണ്ട്. എക്സസൈസ് സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രാജ്യമായിരുന്നു? സൈക്ലോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ഈജിപ്തും തമ്മിലായിരുന്നു. അതുപോലെ ഡെസേർട്ട് സൈക്ലോൺ ഉണ്ട്. ഡെസേർട്ട് സൈക്ലോൺ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയും UAEയും തമ്മിലായിരുന്നു ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറഞ്ഞ എക്സസൈസ്. അതുപോലെ ഏകവരിൻ ഉണ്ട്. ഏകവരിൻ നമുക്ക് മലയാളികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2025 ഇതിന്റെ 14ാമത്തെ എഡിഷൻ ആണെന്ന് തോന്നുന്നു. അത് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു. ഏകവരിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും മാൽദീവ്സും തമ്മിലുള്ളായിരുന്നു ഏകവരിൻ. ഏകവരിൻ എന്ന വാക്കിന്റെ അർത്ഥം അതായത് മാൽദീവിയൻ അല്ലെങ്കിൽ ദിവേഹി ലാംഗ്വേജിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നൊക്കെ ആയിരുന്നു. അപ്പം ഏകവരിൻ എന്ന് പറഞ്ഞാൽ മാൽദീവ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ മിലിറ്ററി എക്സസൈസ് റീസെന്റ് ആയിട്ട് നടന്നത് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം ജസ്റ്റ് നോക്കുക. കൺഫ്യൂഷൻ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡെസേർട്ട് സൈക്ലോണ് അതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. ശക്തി, മിത്രശക്തി. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്ലാരിറ്റി ഉറപ്പാക്കാൻ നോക്കുക മിലിറ്ററി എക്സസൈസുകൾ. പിന്നെ മിലിറ്ററി എക്സസൈസ് നമ്മൾ പറഞ്ഞു. ഇനി പ്രസിഡൻസ് റൂള് ന്യൂസിലുണ്ടായിരുന്നു. കാരണം എന്താ, ശരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ പ്രസിഡൻസ് റൂൾ വന്നേക്കുന്ന സ്റ്റേറ്റ് എന്നുള്ള റെക്കോർഡ് ഇപ്പം മണിപ്പൂരിനാണ്. എത്രയാണ്? 11 വട്ടമാണ് മണിപ്പൂരിൽ പ്രസിഡൻസ് റൂൾ വന്നത്. റീസെൻ്റ്ലി ആയിരുന്നു വന്നത്. അപ്പോൾ 11 തവണ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് റൂൾ വന്നേക്കുന്നത് മണിപ്പൂരിലാണ്. 11 തവണ എന്ന് ഓർക്കുക. അതേ സമയത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ 28 സ്റ്റേറ്റ് അല്ല ഇന്ത്യയിലുള്ളത്. അതിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ ഇതുവരെ വരാത്തതുണ്ടോ? ഉണ്ട്. 2 സ്റ്റേറ്റുകൾ ഇതുവരെ പ്രസിഡൻസ് റൂൾ വന്നിട്ടില്ല. അത് ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും വന്നോർക്കുക. തെലങ്കാന വേണമെങ്കിൽ നമുക്ക് ഗസ്റ്റ് അടിക്കാം. കാരണം തെലങ്കാന ഏറ്റവും അവസാനം ഫോം ചെയ്ത സ്റ്റേറ്റ് ആണല്ലോ. 2014 ജൂൺ 2-നാണ് ഫോം ചെയ്യുന്നത്. അപ്പം തെലങ്കാനയും ഛത്തീസ്ഗഡുമാണ് ഇതുവരെയും പ്രസിഡൻസ് റൂൾ വരാത്ത ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം പ്രസിഡൻസ് റൂൾ മീൻസ് ഏറ്റവും കൂടുതൽ വന്ന ഏതാണെന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ്. 11 വട്ടം വന്നു എന്ന് ഓർക്കുക. ഇതുവരെ വരാത്ത സ്റ്റേറ്റുകൾ തെലങ്കാനയും ഛത്തീസ്ഗഡും ആണെന്ന് ഓർക്കുക. കേരളത്തിൽ എത്ര തവണ വന്നു? 7 തവണ വന്നു അല്ലേ. 1956 ആദ്യം, 82 അവസാനവും വന്നു അല്ലേ. ഓക്കെ, കേരളത്തിൽ. അപ്പം പ്രസിഡൻസ് റൂളിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ പ്രസിഡൻസ് റൂൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സിമ്പിൾ മെജോറിറ്റിയിലല്ലേ. 6 മാസം കൂടുമ്പോൾ സിമ്പിൾ മെജോറിറ്റി ആണ്. സമയത്ത് നാഷണൽ എമർജൻസി ആണെങ്കിൽ എന്താണ്? നാഷണൽ എമർജൻസി ആണെങ്കിൽ എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റി ആണല്ലേ. 6 മാസം കൂടുമ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് പാർലമെന്റ് പാസ്സാക്കേണ്ടത്. അതുപോലെ നാഷണൽ എമർജൻസി ഇന്ത്യയിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 3 വട്ടം വന്നിട്ടുണ്ടല്ലോ. 1962 തൊട്ട് 68 വരെ. അതായത് 62 സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഡിക്ലെയർ ചെയ്തു, 68 എൻഡ് ചെയ്തു. അതാണ് ഏറ്റവും നീളം കൂടിയ നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ. അതുപോലെ പിന്നെ നാഷണൽ എമർജൻസി വന്ന 1970. ആദ്യത്തേത് വരുന്നത് ഇന്ത്യ ചൈന വാറിന്റെ സമയത്തായിരുന്നു. പിന്നെ രണ്ടാമത് വരുന്ന 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ സമയത്ത്, രണ്ടാമത്തെ ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ സമയത്ത് 71 VV ഗിരിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിനുശേഷം മൂന്നാമത്തേത് വരുന്നത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അല്ലെ, ഇന്റേണൽ ആയിട്ടുള്ള സംഭവങ്ങൾ 1975 ജൂൺ 25. അതുകൊണ്ട് എന്താണ്, സംവിധാൻ ഹത്ത് ദിവസം, കോൺസ്റ്റിറ്റ്യൂഷനെ കൊന്ന ദിവസമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഡിക്ലെയർ ചെയ്യുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അലി. സെക്കൻഡ് എമർജൻസിയും തേർഡ് എമർജൻസിയും മീൻസ് എടുത്ത് കളയുന്നത് ആരായിരുന്നു? സെക്കൻഡും തേർഡും എടുത്ത് കളയുന്നത് VD ജെട്ടി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു 1977. ഓക്കെ, അപ്പം 3 തവണ നാഷണൽ എമർജൻസി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, നാഷണൽ എമർജൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള ഫിനാൻഷ്യൽ എമർജൻസി ഇല്ല, ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. ഫിനാൻഷ്യൽ എമർജൻസി ഒരു രാജ്യത്ത് വന്ന രാജ്യം തകർന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഫിനാൻഷ്യൽ എമർജൻസി ഒന്നും ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ടോപ്പിക്സ്. ഇനി വന്ദേമാതരം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. കാരണം എന്താ, വന്ദേമാതരം 2025 150 വർഷമായി. കാരണം 1875 നവംബർ 7-നാണ് ഈ ബംഗദർശൻ എന്ന് പറഞ്ഞ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഒരു മാഗസീനിലാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2025 അത് 150 വർഷം വന്നത്. അല്ലാതെ ആനന്ദമഠത്തിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടല്ല. ആനന്ദമഠത്തിൽ 1882 പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് 150 വർഷം ആവില്ലല്ലോ. അപ്പം ബംഗദർശനിൽ 1875 നവംബർ 7-ന് പബ്ലിഷ്
പബ്ലിഷ് ചെയ്തതിൻ്റെ 100-ാം വാർഷികം 150-ാം വാർഷികമായിരുന്നു 2025 വന്ദേ മാതരം. പിന്നെ വന്ദേ മാതരം ഇപ്പോൾ എപ്പോഴും ന്യൂസിലുണ്ടല്ലേ. ഈ വന്ദേ മാതരം ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷനിൽ പാടുന്നത് എപ്പോഴായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെഷനിൽ ആദ്യമായിട്ട് വന്ദേ മാതരം പാടുന്നത് എപ്പോഴായിരുന്നു ആദ്യമായിട്ട്? അത് 1896 രഘുമുത്തുള്ള എം സയാനി എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ പാടുന്നതാണ്. അതുപോലെ നമ്മുടെ നാഷണൽ ആന്തമായ ജനഗണമനയും നാഷണൽ സോങ് ആയ മീൻസ് വന്ദേ മാതരവും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1950 ജാനുവരി 24. രണ്ടും അഡോപ്റ്റ് ചെയ്യുന്ന ഒരേ ദിവസമാണ് 1950 ജനുവരി 24 ഓർക്കുക. അപ്പം വന്ദേ മാതരം ഇപ്പോൾ ന്യൂസിലുണ്ട്, നന്നായിട്ട് ന്യൂസിലുള്ളതാണ്. ഇപ്പോൾ വന്ദേ മാതരം വരാൻ കാര്യം 150 വാർഷികത്തിന്റെ കാര്യം 1875 നവംബർ 7 ബംഗദർശൻ എന്ന് പറഞ്ഞ് ബിപിൻ ചന്ദ്ര ചാറ്റർജിയുടെ മാഗസിനിൽ പബ്ലിഷ് ചെയ്തതിന്റെ 150-ാം വാർഷികമാണ് 2025 നിന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948 ഏപ്രിൽ 7 വന്നാണ്. ഏപ്രിൽ 7 അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ വെറ്റ്ലാൻഡ്സ് ഡേയുടെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? 1971 ഫെബ്രുവരി 2 വെറ്റ്ലാൻഡ്സ്, അത് രാംസർ കൺവെൻഷൻ സൈൻ ചെയ്തത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ മീൻസ് ഫെബ്രുവരി 2 സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഓക്കെ, ഇത് ദിവസങ്ങളുടെ ഇമ്പോർട്ടൻസ് കാരണം നമ്മൾ മറ്റേ സ്വദേശി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യമൊക്കെ UPSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ടെക്സ്റ്റൈൽസ് ഡേ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ലേ. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ഫെബ്രുവരി 21 പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം WHO ഇപ്പോഴത്തെ ഹെഡ് ആഫ്രിക്കക്കാരനായ ആദ്യത്തെ ഹെഡാന്ന് ഓർക്കുക ടെഡ്രോസ് അദനോം ഗബ്രിയേസസ് ആണ്. 2017 മുതൽ അദ്ദേഹമാണ്. അദ്ദേഹം എത്യോപ്യക്കാരനാണെന്ന് ഓർക്കുക. എത്യോപ്യക്കാരനാണ്. 2017 മുതൽ കോവിഡിന്റെ സമയത്തൊക്കെ എപ്പോഴും അദ്ദേഹം ന്യൂസ് വരുമായിരുന്നു അല്ലേ. അപ്പം അദ്ദേഹം WHO ഹെഡാണെന്ന് ഓർക്കുക. ജനീവ സ്വിറ്റ്സർലൻഡ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുപോലെ ഇതിന്റെ ചീഫ് സയന്റിസ്റ്റ് എന്നുള്ള പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അത് ആദ്യമായിട്ട് ആയതാരായിരുന്നു? അത് നമ്മുടെ MS സ്വാമിനാഥൻ, മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥന്റെ മകളായ സൗമ്യ സ്വാമിനാഥനായിരുന്നു ആദ്യത്തെ ചീഫ് സയന്റിസ്റ്റ് 2019 ആയതൊക്കെ. ഓക്കെ, അപ്പം WHO അതുപോലെ തന്നെ WHO PHIEC ഉണ്ടല്ലേ, പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചാൽ പോളിയോ ആണ്. 2014 തൊട്ട് പോളിയോ ഇപ്പോഴും അതിന്റെ എമർജൻസി കൺസേൺ ആയിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് ഓർക്കുക. PHIECയുടെ അകത്ത് ഉണ്ടെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം WHO ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി ടൈഗർ റിസർവ്സ് UPSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. പണ്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നാഗാർജുന സാഗർ ശ്രീശൈലമായിരുന്നു. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് ഏതാ? അത് ബോറാണ്. മഹാരാഷ്ട്രയിലെ ബോറാണ് ഏറ്റവും ചെറിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ബോർ മഹാരാഷ്ട്രയാണെന്ന് ഓർക്കുക. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈഗർ കാണുന്ന ടൈഗർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ ജിം കോർബറ്റ് ആണ്. ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ് ഏറ്റവും കൂടുതൽ ടൈഗർ കാണുന്ന ടൈഗർ റിസർവ്. ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റ് ആണ്. ഓക്കെ, അത് ഓർത്തോണം. ഈ ജിം കോർബറ്റ് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ്. 1973 ഏപ്രിൽ 1 പ്രൊജക്ട് ടൈഗർ വഴി ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന ടൈഗർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാലും ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അതും ജിം കോർബറ്റ് ആണ്. അത് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നുള്ള പേരിൽ 1936 വന്നായിരുന്നു. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കും ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവും ജിം കോർബറ്റ് ആണെന്ന് ഓർക്കുക. അതിൽ ഒഴുകുന്ന പുഴയായിരുന്നു ഏത് റിവർ? ഏതാ? രാംഗംഗ റിവർ അല്ലേ. ഗംഗാ റിവറിന്റെ ട്രിബ്യൂട്ടറിയാണ്. ഉത്തരാഖണ്ഡിലാണല്ലേ ഇത്, ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അത് ഓർക്കുക. അതുപോലെ 1973 മീൻസ് 72 ഇന്ത്യയിൽ ടൈഗറിനെ ശരിക്കും നമ്മുടെ നാഷണൽ അനിമലായിട്ട് മാറ്റുന്നത്. അതായത് 1972 വരെ ലയൺ ആയിരുന്നു നമ്മുടെ നാഷണൽ അനിമൽ എന്ന് പറയുന്നത് അല്ലേ. 72 മീൻസ് ടൈഗറിനെ നമ്മൾ നാഷണൽ അനിമലായിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ടൈഗർ റിസർവ് പറഞ്ഞു 58 ടൈഗർ റിസർവ് ആണുള്ളത്. ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്കാണ് മധ്യപ്രദേശിൽ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈഗറിനെ കാണുന്ന സ്റ്റേറ്റ് മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൈഗർ റിസർവ്സ് ഉള്ള സ്റ്റേറ്റും മധ്യപ്രദേശാണ്. 9 ടൈഗർ റിസർവ്സ് ആണ് മധ്യപ്രദേശിലുള്ളത്. കേരളത്തിൽ ഇത്ര 2 ഉണ്ടല്ലേ, പരമ്പിക്കുളവും പെരിയാറുമാണ്. പരമ്പിക്കുളം പാലക്കാടും പെരിയാർ ഇടുക്കി അല്ലേ, 2 ടൈഗർ റിസർവ് ഉണ്ട്. അപ്പം ഓർക്ക് ടൈഗർ മീൻസ് ടൈഗർ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഏതാ? മധ്യപ്രദേശ് ആണല്ലേ. ഓക്കെ, അപ്പം ടൈഗർ റിസർവിനെ പറ്റി ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം വലിപ്പം ഈ സംഭവങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പ്രൊജക്ട് ടൈഗർ ആദ്യമായിട്ട് വന്നത് എവിടെയായിരുന്നു? ജിം കോർബറ്റ് അല്ലേ. ജിം കോർബറ്റ് ടൈഗർ റിസർവ് ആണ്. 1973 ഏപ്രിൽ 1 ഓക്കെ, ഇപ്പോൾ ടൈഗർ റിസർവിനെ പറ്റി പറഞ്ഞു. OPEC ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് അല്ലേ, ഇതൊരു ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ്. 1960 ബാഗ്ദാദ് കോൺഫറൻസ് വഴി ഇത് വന്നതാണ് അല്ലേ. അന്ന് വെനിൻസുല, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ ഇവരൊക്കെയായിരുന്നു ഫൗണ്ടിംഗ് മെമ്പേഴ്സ്. 5 പേരായിരുന്നു ഫൗണ്ടിംഗ് മെമ്പേഴ്സ്. അപ്പോൾ ഇതിപ്പോൾ ന്യൂസ് വരാൻ കാര്യം എന്താ? UAE അതിൻ്റെ അകത്ത് നിന്ന് പിന്മാറിയില്ലേ. 2026 UAE ഇതിൻ്റെ അകത്ത് നിന്ന് പിന്മാറി. ഇപ്പോൾ ഏകദേശം 11 കൺട്രീസ് ഇതിൻ്റെ അകത്തുള്ളൂ. OPECലെ കൺട്രീസ് ഒക്കെ ജസ്റ്റ് നോക്കുക. OPECന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? OPECന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വിയറ്റ്നാം, ഓസ്ട്രിയ ആണെന്ന് ഓർക്കുക. അപ്പം OPEC ഇമ്പോർട്ടൻ്റ് ആണ്. OPEC പ്ലസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. യൂറോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യൂറോ അഡോപ്റ്റ് ചെയ്ത യൂറോപ്യൻ കൺട്രി ഏതാണെന്ന് വെച്ചാൽ ബൾഗേറിയയാണ്. മാറിപ്പോലും ബൾഗേറിയയാണ്, ബെൽജിയം അല്ല, ബൾഗേറിയയാണ് യൂറോ 21ാമത്തെ. ശരിക്കും യൂറോപ്യൻ യൂണിയനിൽ എത്ര കൺട്രി ഉണ്ട്? 27 കൺട്രി ഉണ്ടല്ലേ. 28 ആയിരുന്നു. ബ്രെക്സിറ്റ് വഴി UK പുറത്ത് പോയപ്പോൾ 27 കൺട്രീസ് ഇപ്പോൾ ഉള്ളൂ. അപ്പം അതിൽ 21ാമത്തെ കൺട്രി ആയിട്ട് യൂറോ അഡോപ്റ്റ് ചെയ്ത കൺട്രി ആയിട്ട് ബൾഗേറിയ വന്നെന്ന് ഓർക്കുക. യൂറോ അഡോപ്റ്റ് ചെയ്ത കൺട്രി ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ്
ലേറ്റസ്റ്റ് ആയിട്ട് യൂറോ അഡോപ്റ്റ് ചെയ്ത കൺട്രി 2026 ജനുവരി 1 തൊട്ട് ആരാന്ന് ചോദിച്ചാൽ അത് ബൾഗേറിയയാണ്. അത് മാറിപ്പോലെ. അതുപോലെ നമ്മൾ യുണൈറ്റഡ് നേഷൻസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മെമ്പർ ആയത് ആരാന്ന് ചോദിച്ചാൽ സൗത്ത് സുഡാൻ ആണെന്ന് പറഞ്ഞല്ലോ 2011. അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മെമ്പർ ആയത് ആരാന്ന് ചോദിച്ചാൽ ക്രൊയേഷ്യ ആയിരുന്നു. 2013 ക്രൊയേഷ്യയാണ്. അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയ ഏക രാജ്യം എന്ന് പറഞ്ഞാൽ UK ആയിരുന്നു, ബ്രിട്ടൻ ആയിരുന്നു. അതുപോലെ യൂറോപ്യൻ യൂണിയന്റെ ഗസ്റ്റുകളാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ 77ാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ വന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്യൻ യൂണിയൻ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസ്, ബെൽജിയം ആണല്ലേ. അതുപോലെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഒരു ലേഡിയാണ്, ഉർസുല വാൻ ഡർ ലെയ്നും. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ. ഇവരായിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ 77ാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡിലെ ഗസ്റ്റ് എന്നും കൂടി ഓർക്കുക. അപ്പോൾ യൂറോ പറഞ്ഞു. ഓക്കെ, നമ്മൾ അപ്പോൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയ സംഭവങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ കുറച്ചും കൂടെ ഒരു 1 വീക്ക് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. 1 വീക്ക് നമുക്കങ്ങ് ചെയ്താലോ എന്നൊക്കെ ഓർത്തു. പക്ഷേ കുറച്ചധികം തിരക്കുകൾ വന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റിക് പോർഷനിൽ കുറച്ചധികം ടോപ്പിക്സ് നിങ്ങൾ നോക്കണം. കാരണം അത് ഏറ്റവും പ്രൊഡക്റ്റ്. ഇപ്പം കറണ്ട് അഫേഴ്സ് എന്നുള്ള സംഭവത്തിന് സ്റ്റാറ്റിക് ആയിട്ട് ഇപ്പോൾ NCBCയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ അങ്ങനെ വരുന്ന സംഭവങ്ങൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇപ്പം എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ഇപ്പം ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാറിയെന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ UPSC ഇതിൽ നിങ്ങൾ പഠിക്കുമ്പോൾ V രാമസുബ്രഹ്മണ്യനെ പറ്റി അല്ല പഠിക്കുന്നത്, NHRCനെ പറ്റി ജസ്റ്റ് പഠിച്ചു വെക്കുക. കാരണം പാരിസ് പ്രിൻസിപ്പിൾസ് വഴിയാണ് NHRC കുറച്ചും കൂടെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ ശ്രമിക്കുക. കാരണം UPSC ഒരിക്കലും NHRCയുടെ ചെയർപേഴ്സൺ ആരാണെന്ന് ആയിരിക്കില്ല ചോദിക്കുന്നത്. അപ്പോൾ NHRCയുടെ ചരിത്രവും സംഭവങ്ങളൊക്കെ ജസ്റ്റ് പഠിക്കുക. പാരിസ് പ്രിൻസിപ്പിൾസ് വഴിയാണ് വരുന്നത്. അത് 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993 വഴി 1993 ഒക്ടോബർ 12 വന്നു. രംഗനാഥ് മിശ്രയായിരുന്നു ആദ്യത്തെ ചെയർപേഴ്സൺ. പിന്നെ അതിൽ ജഡ്ജസ് മീൻസ് അതിൻ്റെ ചെയർപേഴ്സൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, ജഡ്ജസ് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ അത് ഓരോ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. NHRC ആയിട്ട് ബന്ധപ്പെട്ട് NHRC ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്, അത് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിൻ്റെ അണ്ടറിലാണ് NHRC വരുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ സ്റ്റാറ്റിക് ന്യൂസിലുണ്ടെങ്കിൽ ആ സ്റ്റാറ്റിക്കിനെ പറ്റിയുള്ള സംഭവങ്ങൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ക്യാബിനറ്റ് മിഷൻ, ക്രിപ്സ് മിഷൻ ഇതൊന്നും തമ്മിൽ മാറിപ്പോലെ. കാരണം ക്യാബിനറ്റ് മിഷൻ ശരിക്കും ആരാണ്? പെത്തിക് ലോറൻസും AV അലക്സാണ്ടറും സ്റ്റാഫോർഡ് ക്രിപ്സും. പെത്തിക് ലോറൻസ് ആണ് ഹെഡ് ചെയ്തത്. 1946 മാർച്ച് 24 ഇന്ത്യയിൽ എത്തിയല്ലേ അവർ വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് വന്നത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യയിൽ വരുന്നത്. അത് 1946 ഡിസംബർ 6 ഫോം ചെയ്തു. ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിലാണ് നമ്മൾ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ഫ്രഞ്ച് പ്രാക്ടീസ്, അത് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്നുള്ള രീതിയിൽ സച്ചിദാനന്ദ സിൻഹയെ ഇതിന് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് അത് ചോദിച്ചിട്ടുള്ളതാണ്, ഡയറക്റ്റ് ചോദിച്ചാണ് ടെമ്പററി പ്രസിഡന്റ് ആരായിരുന്നു അത്. ഫസ്റ്റ് മീറ്റിംഗിലായിരുന്നു 1946 ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗിലായിരുന്നു ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുന്നത്. പിന്നെ അങ്ങനെ മാറി. പിന്നെ അതിനുശേഷം എന്താണ് പ്രസിഡന്റ് ആയിട്ട് ആരെ തെരഞ്ഞെടുത്തു? പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. അതുപോലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ട് കൂടുമ്പോൾ ആരായിരുന്നു? GB മാവുലങ്കർ ആയിരുന്നു അല്ലെ പ്രസിഡ് ചെയ്തത്. ഗണേഷ് വാസുദേവ് മാവുലങ്കർ എന്ന് പറഞ്ഞാൽ GB മാവുലങ്കർ. പുള്ളി തന്നെയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രോട്ടോം സ്പീക്കറും അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ സ്പീക്കറും പുള്ളി തന്നെയായിരുന്നു. ആര്? GB മാവുലങ്കർ ആയിരുന്നു. ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? 18ാമത്തെ ലോക്സഭയുടെ ആരാണ്? 18ാമത്തെ ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? 18ാമത്തെ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണല്ലേ. ഡെപ്യൂട്ടി സ്പീക്കർ 2019 തൊട്ട് ഇന്ത്യയിൽ വേക്കൻ്റ് ആണെന്ന് ഓർക്കുക. 2019 മുതൽ വേക്കൻ്റ് ആണ്. അതുപോലെ ഇപ്പം നമ്മുടെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ഹരിവൻഷ് നാരായൺ സിംഗിനെ 3ാമത്തെ വട്ടവും സെലക്ട് ചെയ്തു. അതിലൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ആദ്യമായിട്ടാണ് രാജ്യസഭയിൽ ഒരു നോമിനേറ്റഡ് മെമ്പർ. പ്രസിഡന്റ് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ രാജ്യസഭയിൽ. 250 മെമ്പേഴ്സിൽ 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യാണല്ലോ. അങ്ങനെ ഒരു നോമിനേറ്റഡ് മെമ്പർ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആവുന്നത് ഹരിവൻഷ് നാരായൺ സിംഗ് ആണ്. അങ്ങനെ ഒരു റെക്കോർഡ് ഹരിവൻഷ് നാരായൺ സിംഗിന് ഇപ്പോൾ കിട്ടിയെന്നും കൂടി ഓർക്കുക. ഓക്കെ, അപ്പം ക്യാബിനറ്റ് മിഷൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ കാര്യങ്ങളൊന്ന് കറക്റ്റായിട്ട് നിങ്ങൾ ഓർഡറിൽ നോക്കുക. കാരണം ക്യാബിനറ്റ് മിഷൻ വഴി അതിൽ പെട്ടെന്ന് നിങ്ങൾ അല്ലെങ്കിൽ ക്രിപ്സ് മിഷൻ വഴിയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തതെന്നൊക്കെ ഓർക്കും. അപ്പം ആ ഒരു ടൈം ലൈന് അത് നിങ്ങൾ നന്നായിട്ട് നോക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഇതൊന്നും മാറിപ്പോകില്ല. കാരണം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഏത് പീരീഡിലാണ്? 1920s പീരീഡിലല്ല, 22 പീരീഡിലാണ്. 1922 ഫെബ്രുവരി 4 ചൗരി ചൗര ഇൻസിഡന്റ് നടന്നപ്പോഴാണ് എന്ത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഗാന്ധി സസ്പെൻഡ് ചെയ്യുന്നു. ഫെബ്രുവരി 12 ഗാന്ധി സസ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അത് ആ പീരീഡിലാണ്. അതേസമയത്ത് സാൾട്ട് സത്യാഗ്രഹം ഉണ്ട്, ആ പീരീഡിലാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് മീൻസ് അറിഞ്ഞിരിക്കണം. കാരണം അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റും നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പം അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് അത് ചോദിക്കാറുണ്ട്. അത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇപ്പം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്തതിൽ തുടർന്നാണ് ശരിക്കും എന്ത് വന്നത്? സ്വരാജ് പാർട്ടി അല്ലേ, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടെ ഫൗണ്ട് ചെയ്തതാണ് 1923 ജനുവരി 1. അതുപോലെ ഓരോ പാർട്ടിക്കും അതിൻ്റെതായ ചരിത്രമുണ്ട്. ഇപ്പം 1934 ഏത് പാർട്ടിയായിരുന്നു വന്നത്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വന്നു അല്ലേ. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ജയപ്രകാശ് നാരായണനൊക്കെ ഫൗണ്ട് ചെയ്തു. അതെന്തുകൊണ്ട്? ഗാന്ധിയോടുള്ള ഐഡിയോളജിക്കൽ ഡിഫറൻസ് കാരണമാണ് സോഷ്യലിസം മുദ്രാവാക്യമാക്കി ഇവരത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി 1934 വരുന്നത്. അതുപോലെ സ്വതന്ത്ര പാർട്ടി ഉണ്ടല്ലോ, 1959 വന്നായിരുന്നു സ്വതന്ത്ര പാർട്ടി. അത് C രാജഗോപാലാചാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് തുടങ്ങിയതാണ്. മിനു മസാനി അങ്ങനെ രംഗ അങ്ങനെ കുറച്ച് ആൾക്കാർ തുടങ്ങിയതാണ് സ്വതന്ത്ര പാർട്ടി 1959. അപ്പം ഓരോ സംഭവങ്ങളുടെയും ചരിത്രം മീൻസ് അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് വന്നത് അത് ഓർക്കും. അപ്പം നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ പോലും ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് എന്നാണ് മീൻസ്
എന്നാണ് രാജഗോപാലാചാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രാജിവെച്ചതെന്ന് വെച്ചാൽ 1959 അപ്പോൾ അതറിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും സ്വതന്ത്ര പാർട്ടി രാജഗോപാലാചാരി തുടങ്ങിയത് 1959 ആണെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാമല്ലോ, അത് എന്തായാലും രാജിവെച്ചിട്ടായിരിക്കും പുള്ളി തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ നാഷണൽ പാർട്ടീസ് ഇന്ത്യയിൽ 6 ആണല്ലോ അല്ലേ? 6 ഉണ്ട്. ഏതൊക്കെയുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, BSP ഉണ്ട് അല്ലേ, ബഹുജൻ സമാജ് പാർട്ടി ഉണ്ട്, നാഷണൽ പീപ്പിൾസ് പാർട്ടി ഉണ്ട് നോർത്ത് ഈസ്റ്റിൽ നിന്ന്, ആം ആദ്മി പാർട്ടി ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്, CPI അല്ല, CPIM ആണെന്ന് ഓർക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട്. അപ്പോൾ 6 നാഷണൽ പാർട്ടീസ് ആണുള്ളത്. അതിൽ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി ഏതായിരിക്കും? അതിലേതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സംശയമൊന്നും ഇല്ലല്ലോ. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫൗണ്ട് ചെയ്തത്. അപ്പം അതിൽ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പം അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നമ്മളിപ്പോൾ ഓൾറെഡി NCBC അതുപോലത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. NCBC പറഞ്ഞു, മീൻസ് എന്താണ്, NCSC പറഞ്ഞു, അതുപോലത്തെ സംഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിന് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ഓർക്കേണ്ടത് ഫിനാൻസ് കമ്മീഷൻ ഓർക്കുക. ആർട്ടിക്കിൾ 280 വഴിയാണ് വന്നത്. ഇപ്പം 16ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്, അരവിന്ദ് പനാഗരിയാണ് ചെയർ ചെയ്തത്. അതുപോലെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ, KC കെയർ, അത് അങ്ങനത്തെ സംഭവങ്ങൾ ജസ്റ്റ് ഫിനാൻഷ്യൽ മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഒക്കെ നന്നായിട്ട് നോക്കുക. ഓരോ സംഭവം ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് എന്നാണ്? ഇലക്ഷൻ കമ്മീഷൻ 1950 ജാനുവരി 25 അതുകൊണ്ടാണ് ജാനുവരി 25 നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ. പിന്നെ 61st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 1980 വഴി വോട്ടിംഗ് ഏജ് എത്രയാക്കി? 21 18 ആക്കി രാജീവ് ഗാന്ധിയുടെ സമയത്ത്. അതുപോലെ മൂന്ന് ഇലക്ഷൻ കമ്മീഷണർ, അല്ലെ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും വന്നു. അതുപോലെ ഇപ്പം പ്രസന്റ് ഇപ്പോൾ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണല്ലേ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. പിന്നെ 2 സുഖബീർ സിംഗ് സിദ്ധു, വിവേക് ജോഷി ഒക്കെ ഉണ്ട് ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇവരെ സെലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ടല്ലേ, ആ സെലക്ഷൻ കമ്മിറ്റി ചെയർ ചെയ്യുന്ന, ഇവരെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണെങ്കിലും ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷണേഴ്സിനൊക്കെ സെലക്ട് ചെയ്യാനുള്ള കമ്മിറ്റി ചെയർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണല്ലേ. പ്രൈം മിനിസ്റ്റർ ആണ് ചെയർ ചെയ്യുന്നത്. ആ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ആരൊക്കെയുണ്ട്? മെമ്പേഴ്സ് ആരൊക്കെയാണ്? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്. അതാണ് ലോക്സഭയുടെ ആണോ രാജ്യസഭയുടെ ആണോ? ലോക്സഭയുടെയാണ്. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭയുണ്ട്. 3 മെമ്പേഴ്സ് ആണുള്ളത്. പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, ലോക്സഭ. പിന്നെ ആരാണ്? യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രസിഡന്റ് എന്ന് പറയും, പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഓർക്കുക. ഇതേ സെയിം സംഭവം തന്നെയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷന്റെ സെലക്ഷൻ കമ്മിറ്റി സെയിം ആണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഇതുപോലെ തന്നെ 3 പേരുടെ മെമ്പേഴ്സ്. ഇത് 2021 ഒരു ആക്ട് വഴിയാണ് ഇതിലൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കപ്പ് കൊടുത്തേക്കുന്നത് ഈ സെലക്ഷൻ കമ്മിറ്റിക്കൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെ ഓർക്കുക. അതുപോലെ ഇവരുടെ റിട്ടയർമെന്റ് ഏജ് എത്രയാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ ഒക്കെ 65 വയസ്സ് അല്ലെങ്കിൽ 6 വർഷമാണ്. ഇത് തന്നെയാണ് നമ്മുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെയും റിട്ടയർമെന്റ് ഏജ് എന്ന് പറഞ്ഞാൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഈ പീരീഡിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഉണ്ടല്ലേ, 1919 ആക്ട് വഴി വന്നതാണ്. ഓക്കെ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതുപോലത്തെ സംഭവങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും നിങ്ങൾ നോക്കുക. ഇപ്പോൾ CIC ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലേ, മീൻസ് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 വഴി വന്നതാണ്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ കൂടാതെ എത്ര ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആണുള്ളത്? അപ് ടു 10 ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ആണ് ഇന്ത്യക്കുള്ളത്. ശരിക്കും ഒറിജിനലി 5 പേരായിരുന്നു ഇൻക്ലൂഡിംഗ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഇപ്പോൾ 10 പേരാണ് ഉള്ളതെന്ന് ഓർക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു അവരുടെ സെലക്ഷൻ കമ്മിറ്റിയും ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ സെയിം ഇലക്ഷൻ കമ്മിറ്റിയുടെ ആ സെയിം മോഡൽ തന്നെയാണെന്ന് ഓർക്കുക. പക്ഷേ അവിടെ ക്യാബിനറ്റ് മിനിസ്റ്റർ വേണമെങ്കിൽ പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്ത വേറെ ആളെയൊക്കെ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം അതുപോലത്തെ സംഭവങ്ങൾ ഓർക്കുക. പിന്നെ ഓരോ പൊസിഷൻസ് മീൻസ് അത് വന്ന് കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ. അപ്പം ഇപ്പം നോർമലി UPSC പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പേരങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ അതും ചോദിക്കാം, വേണമെങ്കിൽ ചോദിക്കാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പാറ്റേൺ ചേഞ്ച് എപ്പം വേണേൽ വരാം. അപ്പോൾ ഇപ്പോഴത്തെ CIC എന്ന് പറഞ്ഞാൽ രാജ്കുമാർ ഗോയലാണ്, RK ഗോയലാണ്. ഹീരലാൽ സമാരി ആയിരുന്നു, ഇപ്പോൾ RK ഗോയലാണ്. അപ്പം ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണല്ലേ. പ്രസിഡന്റ് ആണ് ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്തെന്ന് ഓർക്കുക. അതുപോലെ തന്നെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഗവർണറിന്റെ സംഭവം വരുമ്പോൾ ഇതേ സാധനം നമ്മൾ തിരിച്ചാലോചിക്കും. ഇപ്പോൾ ഗവർണർ സ്റ്റേറ്റിൽ അതിന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരായിരിക്കും ചെയർ ചെയ്യുന്നത്? CM ആയിരിക്കും, ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കാണും. അങ്ങനെയൊക്കെയാണ്. പിന്നെ മീൻസ് യൂണിയൻ ഒരു മിനിസ്റ്ററിനെ നോമിനേറ്റ് ചെയ്യുന്നത് ബൈ CM. അതേ മോഡൽ തന്നെ ഇവിടെ ആലോചിച്ചാൽ മതി. ഓക്കെ, സ്റ്റേറ്റിലേക്കൊക്കെ വരുമ്പോൾ. ഓക്കെ, പിന്നെ നീതി ആയോഗ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അല്ല, നീതി ആയോഗ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലല്ലേ. 2015 ജാനുവരി 1 വന്നതാണല്ലേ. മറ്റേ പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 വന്ന പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് വന്നതാണ് നീതി ആയോഗ്. അപ്പോൾ നീതി ആയോഗ് എപ്പോഴും ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ് എപ്പോഴും. വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മാറിയല്ലേ. വൈസ് ചെയർമാൻ സുമൻ ബെറി ആയിരുന്നു. അതിപ്പം ആരാണ്? അശോക് കുമാർ ലാഹിരിയായി. അതുപോലെ CEO BVR സുബ്രഹ്മണ്യൻ ആയിരുന്നു. അദ്ദേഹം മാറിയിട്ട് ഇപ്പോൾ നിധി ചിബ്രിയ എന്ന് പറഞ്ഞ ലേഡി വന്നു. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സണെയും CEOനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഓർക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ഓർക്കുക. ബാക്കി ഇന്ത്യയിലെ മിക്ക സംഭവങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് തന്നെയാണല്ലേ. പക്ഷേ നീതി ആയോഗിന്റെ വൈസ് ചെയർപേഴ്സണെയും CEOനൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്
മീൻസ് പ്രൈം മിനിസ്റ്റർ ആണെന്ന് ഓർക്കുക. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഇതൊക്കെ നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റി വേണം. അപ്പോൾ നിങ്ങൾക്ക് സമയവും ലാഭിക്കാൻ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ആ സമയം ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഷെഡ്യൂൾസ് PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പോൾ 7th ഷെഡ്യൂൾ, 8th ഷെഡ്യൂൾ. ഇപ്പോൾ 7th ഷെഡ്യൂളിൽ എന്താ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് ജസ്റ്റ് നോക്കുക, മീൻസ് അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റ് വരുന്നത്, എഡ്യൂക്കേഷൻ എവിടെയാണ്. ഇപ്പം 5 കാര്യങ്ങൾ 42nd അമെൻമെൻറ്റ് വഴി എഡ്യൂക്കേഷൻ, മീൻസ് അത് 5 കാര്യങ്ങൾ മാറ്റിയായിരുന്നല്ലോ 42nd അമെൻമെൻറ്റ് 1976 വഴി കൺകറന്റ് ലിസ്റ്റിലേക്ക്. അതുപോലെ എത്ര സബ്ജക്ട്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പം 100 സബ്ജക്ട്സ് ആണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. ഒറിജിനലി 97 ആയിരുന്നു, ഇപ്പോൾ 100 ആണ്. അതേസമയത്ത് സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്രയാണ്? 66 ആയിരുന്നു, അത് 61 ആയി. അതുപോലെ കൺകറന്റ് ലിസ്റ്റിൽ എത്രയായിരുന്നു? 47, 58, അങ്ങനെ ഓരോ സംഭവം ജസ്റ്റ് ഇത് നോക്കുക. പിന്നെ അതുപോലെ ഓരോ ലിസ്റ്റുകൾ എവിടെയാണ് വരുന്നത്, കൺകറന്റ് ലിസ്റ്റ് നമ്മൾ ഏത് രാജ്യത്ത് നിന്ന് എടുത്തു, അത് എവിടെ നിന്നാണ്? ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തത്. അതുപോലെ റെസിഡ്യൂവൽ ലിസ്റ്റ് കാനഡയിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതുപോലെ ജസ്റ്റ് ബേസിക്. പിന്നെ ഷെഡ്യൂൾസിൻ്റെ കാര്യത്തിൽ തന്നെ പണ്ട് ചോദിച്ചാണ് 9th ഷെഡ്യൂൾ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ 10th ഷെഡ്യൂൾ ഡിഫെക്ഷൻ 52nd അമെൻമെൻറ്റ് വഴി വന്നപ്പോൾ ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ? അത് രാജീവ് ഗാന്ധി. അങ്ങനത്തെ PYക്ക് നോക്കിയിട്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് നോക്കാൻ ശ്രമിക്കുക. 11th 12th വരുമ്പോൾ ആരായിരിക്കും? PV നരസിംഹ റാവു ആയിരുന്നു അല്ലേ. ഓക്കെ, പിന്നെ 8th ഷെഡ്യൂളിൽ ലാംഗ്വേജസിൻ്റെ കാര്യമൊക്കെ നോക്കുക. അതൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണല്ലേ. 8th ഷെഡ്യൂളിൽ എത്ര ലാംഗ്വേജ് ഒറിജിനലി ഉണ്ടായിരുന്നു? 14 ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 22 ലാംഗ്വേജസ് ആണ് ഉള്ളതെന്ന് ഓർക്കുക. അതിലെ അമെൻമെൻറ്റ്സിൻ്റെ പീരീഡ് അതൊക്കെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഇത് നിങ്ങൾക്കിതൊരു റിവിഷൻ പോലെയാണ് ഞാൻ പറഞ്ഞത് മാക്സിമം. അപ്പോൾ നിങ്ങളിത് മാക്സിമം ഒരു വട്ടം അല്ലെങ്കിൽ ഒരു 2 വട്ടമൊക്കെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്കത് ഗുണം ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾ നോക്കാതെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ ശ്രമിക്കുക. ഞാൻ ഒരു പാർട്ടും കൂടെ ഉദ്ദേശിച്ചായിരുന്നു, ഒരു പാർട്ടും കൂടെ, പക്ഷേ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് നാളെ ഇപ്പോൾ എക്സാം അടുത്തു. അപ്പം കുറച്ച് കാര്യങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. നിങ്ങൾ എന്തായാലും അഭിപ്രായമൊക്കെ പറയുക. അപ്പം എല്ലാവർക്കും എക്സാം എഴുതുന്ന 24th എക്സാം എഴുതുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് എഴുതുക, ടെൻഷനൊന്നും ഇല്ലാതെ എഴുതുക. ഓക്കെ, നന്നായിട്ട് റിവിഷനൊക്കെ എടുത്ത് സെറ്റായിട്ടിരിക്കുമായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. ഓക്കെ, അപ്പം താങ്ക് യു.